കടന്നു വന്ന സകലർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പറഞ്ഞതുപോലെ ഇന്ന് ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേ അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഗുഡും മലയാളത്തിൽ ദുഃഖമെന്ന് സഹോദരൻ ചോദിച്ചു. എൻ്റെ സന്ദേശം അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് അതെന്ന് നിങ്ങൾക്ക് സരളമായ ഭാഷയിൽ ബോധിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് ദുഃഖവെള്ളി അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം, അല്ലേ? ചിന്തിക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ വചനം പറഞ്ഞു തുടങ്ങുന്നിടത്തുനിന്ന് തുടങ്ങണം. ഈ വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഐതിഹ്യങ്ങളുടെ പുസ്തകമല്ല. പലർക്കും വേദപുസ്തകം വിശ്വസിക്കുന്നവർ പോലും അങ്ങനെയൊക്കെയാണ് വായിച്ചു വച്ചിരിക്കുന്നത്. കുറേ കെട്ടുകഥകളും കുറേ ഐതിഹ്യങ്ങളും കുറേ സങ്കല്പങ്ങളും നിറഞ്ഞ പുസ്തകം. ജനിച്ച നാൾ മുതൽ ബൈബിൾ വായിച്ച പല ക്രിസ്ത്യാനികളും അങ്ങനെയൊക്കെ തന്നെ ബൈബിൾ വായിക്കുന്നത്. എന്നാൽ അങ്ങനല്ല. വേദപുസ്തകത്തിനൊരു വ്യത്യാസമുണ്ട്. ഇത് ചരിത്ര സംഭവങ്ങളുടെ രേഖപ്പെടുത്തലാണ്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറയുന്നത് മുതൽ ഇങ്ങോട്ട് പറയുന്ന ഇന്ന് പറയുന്ന കർത്താവിൻ്റെ ക്രൂശും എല്ലാം ചരിത്ര സംഭവമാണ്. അതായത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്ന സംഭവമാണ്. അല്ലാതെ നിങ്ങൾ വിശ്വസിച്ചല്ല അതിന് യാഥാർത്ഥ്യം ഉണ്ടാകുന്നത്. ആരും വിശ്വസിച്ചില്ലേലും നടന്ന സംഭവമാണ്. ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. മനുഷ്യനും ദൈവവും തമ്മിൽ വ്യക്തിപരമായ ബന്ധം വേണം, മതപരമായ ബന്ധം വേണ്ട. അതാണ് ഒരു കുഴപ്പം. ഈ മതത്തിൻ്റെ കുഴപ്പം അതാണ്. മതം ദൈവം കണ്ടുപിടിച്ചല്ല, അത് മനുഷ്യർ കണ്ടുപിടിച്ചു. പണ്ട് വയലാറ് പാടിയതുപോലെ മനുഷ്യൻ മതത്തെ കണ്ടുപിടിച്ചു, അല്ലേ? മതമാണ് ഈ കുഴപ്പം. മതമല്ല ഇത്. മതം പ്രസംഗിക്കാൻ ഞാൻ ഒരിക്കലും ഇറങ്ങി പുറപ്പെടത്തില്ല. മതമല്ല ഇത്. ഇത് വ്യക്തിബന്ധമായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിലിരിപ്പ്. മനുഷ്യൻ്റെ മനസ്സിലിരിപ്പ് അത് തന്നെയാണ്. പക്ഷെ തെറ്റിപ്പോവും പലപ്പോഴും, അല്ലേ? ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ദൈവസങ്കല്പത്തിൽ നിങ്ങളുടെ ദൈവത്തെക്കുറിച്ചൊരു 3 കാര്യം പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? സാധാരണ എല്ലാ മനുഷ്യരും എന്തോ പറയും? എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ശരി, കേൾക്കുന്നു. അത് കഴിഞ്ഞ് പറയും എൻ്റെ ദൈവം എല്ലാം കാണുന്നു. അയൽപ്പക്കത്തുള്ളവൻ എനിക്കിട്ട് പണിയുന്നതൊക്കെ ദൈവം കാണുന്നുണ്ട് നമ്മൾ പറയും. ഓഫീസിൽ മറ്റവൻ പ്രവർത്തിക്കുന്നുണ്ട്, ആ പാരയൊക്കെ ദൈവം കാണുന്നുണ്ട്. എല്ലാം ദൈവം കാണുന്നുണ്ട്, അല്ലേ? പിന്നെ നമ്മൾ പറയും ദൈവം പ്രവർത്തിക്കുന്നവനാണ്. കണ്ടോ എനിക്കിട്ട് പണിഞ്ഞവൻ്റെ ഗതി കണ്ടോ എന്നൊക്കെ നമ്മൾ പറയും, അല്ലേ? അല്ലെങ്കിൽ കണ്ടോ എൻ്റെ മോനെ കണ്ടോ, ദൈവം അനുഗ്രഹിച്ചത് കണ്ടോ, ദൈവം പ്രവർത്തിക്കുന്നവൻ. അപ്പോൾ ആ 3 സങ്കല്പം തന്നെ നമുക്കൊന്നും എടുക്കാം. ദൈവം കേൾക്കുന്നവനാണ്, കാണുന്നവനാണ്, പ്രവർത്തിക്കുന്നവനാണ്. ശരി, നിങ്ങൾക്ക് ഞാനൊരു ദൈവത്തെ തരാം. എന്താ? യേശു ക്രിസ്തുവിൻ്റെ പടം പിടിച്ചോ, ഇതാ ദൈവം. ഇതെങ്ങനെ ദൈവമാവുമെന്ന് നിങ്ങൾ ചോദിക്കും. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾക്കൊരു ദൈവത്തെ വേണോ? എന്താ ദൈവം വേണോ? എന്താ വേണ്ടാത്തേ? ഈ ദൈവം കേൾക്കത്തില്ല, ഈ ദൈവം കാണുന്നുമില്ല, ഈ ദൈവം പ്രവർത്തിക്കുന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള മിഥ്യാമൂർത്തികളുടെ മുമ്പിൽ പോയി കുമ്പിടാറുണ്ടല്ലേ? എത്രയോ പള്ളികളിൽ വെച്ചിട്ടുണ്ട്, അല്ലേ? ഈ ബൈബിളിന് വിരോധമായിട്ട് വെച്ചിട്ടുണ്ട്. ആ ദൈവം കേൾക്കുവോ? കാണുവോ? പ്രവർത്തിക്കുവോ? ഇല്ല. അപ്പം ദൈവത്തിൻ്റെ സങ്കല്പം നമ്മുടെ ഉള്ളിലും വ്യക്തിപരമായ ബന്ധം തന്നെയാണ്, അല്ലേ? അപ്പം മനുഷ്യനും വേണ്ടത് വ്യക്തിബന്ധമാണ്. അപ്പം ദൈവം വ്യക്തിയാണ്. ദൈവം വ്യക്തി ആയതുകൊണ്ട് ദൈവത്തിന് മനുഷ്യനോടും വ്യക്തിബന്ധം വേണം. മനുഷ്യനും ഒരു വ്യക്തി ആയതുകൊണ്ട് മനുഷ്യനും വ്യക്തിപരമായ ബന്ധമാണ് ആഗ്രഹിക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മൾ പലപ്പോഴും വ്യക്തിയെ കളഞ്ഞേച്ച് പല പടത്തിൻ്റെയും പുറകെ പോകാറുണ്ട്, അല്ലേ? അപ്പോൾ വ്യക്തിബന്ധമാണ് ദൈവവും മനസ്സിൽ കണ്ടത്, മനുഷ്യനും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒന്നാമത്തെ മനുഷ്യൻ, നമ്മുടെയൊക്കെ പിതാവ് എന്ത് ചെയ്തു? ദൈവത്തോട് നീതി പുലർത്തിയില്ല. ഈ വ്യക്തിബന്ധം കാത്തു സൂക്ഷിച്ചില്ല. അത് നിമിത്തമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്, അല്ലേ? പുള്ളിയും പുള്ളിയുടെ അനന്തര തലമുറകളായ നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. വ്യക്തിബന്ധമില്ല. വ്യക്തിബന്ധമില്ലാത്തപ്പോൾ ദൈവം എന്താവും? വിദൂരത്തിരിക്കുന്ന ഒരു ശക്തി. പറയുന്ന കേട്ടില്ലേ, ദൈവം ഒരു ശക്തിയാണ്, ആ ശക്തിയിൽ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ പറയും, അല്ലേ? സത്യമാണ്, ശക്തി ഉള്ളവനാണ്, ശക്തിയല്ല, അല്ലേ? ഇപ്പൊ വിത്തിശക്തി എന്ന് പറയുന്നതും നിങ്ങളുടെ പിതാവെന്നും തമ്മിൽ വ്യത്യാസമില്ലേ? രണ്ടുപേർക്കും നല്ല ശക്തിയൊക്കെ ഉണ്ട്, അല്ലേ? നിങ്ങളുടെ അപ്പന് ശക്തിയുണ്ട്,
കറണ്ടിനും ശക്തിയുണ്ട്. വ്യത്യാസം എന്താ? അപ്പം വ്യക്തിയാണ്, കറണ്ട് വെറും ശക്തിയാണ്. അതാണ് വ്യത്യാസം. ദൈവം ശക്തിയാണോ വ്യക്തിയാണോ? ദൈവം വ്യക്തിയാണ്. പക്ഷെ വ്യക്തിപരമായി അറിഞ്ഞൂടെങ്കിൽ വിദൂരത്തുള്ള ഏതോ ഒരു ശക്തിയാണ്. ആ ശക്തി തോന്നുന്ന പോലൊക്കെ പ്രവർത്തിക്കും. ചിലപ്പോൾ നന്നായിട്ട് വരും, ചിലപ്പോൾ പറയും ദൈവത്തിൻ്റെ ഓരോ വികൃതികളൊന്നും, അല്ലേ? ദൈവം എന്തൊക്കെയോ കാണിച്ചു, തലവരെയാണെന്നൊക്കെ പറയും, അല്ലേ? ദൂരത്തിരുന്ന് ആരാണ്ടൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നു, നമ്മളൊക്കെ കിടന്ന് സഹിക്കുന്നു എന്ന് ചിലരൊക്കെ സിനിമയിൽ സെൻറ്റിമെൻ്റലായിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താണ് പ്രശ്നം? അറിഞ്ഞൂടാ, വ്യക്തിയെ അറിഞ്ഞൂടാ, അല്ലേ? അപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി ആദ്യ മനുഷ്യന് നഷ്ടപ്പെട്ടു. അതിലൂടെ ജനിച്ച പിന്നുള്ള മനുഷ്യരാശിക്ക് മൊത്തം ജനിക്കുമ്പോഴേ നമ്മൾ ദൈവവുമായിട്ടുള്ള അകൽച്ചയിലാണ് ജനിക്കുന്നത്. അതിനെയാണ് പാപമെന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്. അങ്ങനെ പാപം വന്നു, അനുസരണക്കേട് വന്നു, നീതി പുലർത്തിയില്ല, വ്യക്തിബന്ധം അടർന്നുപോയി, അല്ലേ? നമുക്ക് തന്നെ പലർക്കും അനുഭവം കാണുമല്ലോ. പണ്ട് വളരെ സുഹൃത്തുക്കളായിരുന്നു, ഇപ്പം കണ്ടാ മിണ്ടത്തില്ല. എന്തു പറ്റി? എന്തോ കാണിച്ചു വെച്ചു, എന്തോ പറഞ്ഞു, പ്രവർത്തിച്ചു, ഇല്ലേ? അവർക്ക് തെറ്റിദ്ധാരണ വന്നു, ബന്ധം അകന്നുപോയി. ഇപ്പം അറിവ് മാത്രമാണ് അങ്ങനെ ഒരു വ്യക്തി അവിടെ ഒരു സ്ഥലത്ത് താമസമുണ്ടെന്നല്ലാതെ സ്നേഹബന്ധമില്ല, അല്ലേ? അതാണ് മനുഷ്യനും ദൈവവും തമ്മിൽ സംഭവിച്ചത്. അകൽച്ച വന്നുപോയി, അല്ലേ? എന്ന് മാത്രമല്ല, ദൈവത്തോട് മനുഷ്യൻ ചെയ്ത പ്രവൃത്തിക്ക് ദൈവം തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ദൈവക്രോധം. അപ്പോൾ പലരും ചോദിക്കും, എന്തോ ഈ ആദിമ മനുഷ്യൻ ചെയ്ത ഇത്ര വലിയ ക്രോധം വരാൻ? അതായത് പുള്ളിക്കും ക്രോധം, മനുഷ്യരാശിക്കും ക്രോധം, എല്ലാവർക്കും ക്രോധം വരാൻ തക്കവണ്ണം എന്തോ ഇത്ര വലിയ കൊടിയ അപരാധം ചെയ്തതെന്ന് ചിലർ ചോദിച്ചേച്ച് ബൈബിൾ എടുത്ത് വായിക്കുമ്പോഴാണ്, അയ്യേ ഇതെന്തോന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആദ്യ മനുഷ്യൻ ഒരു ആപ്പിൾ പറിച്ച് കഴിച്ചെന്നോ, അല്ലേ? ആപ്പിൾ എന്ന് പറഞ്ഞിട്ടില്ല, ഏതോ ഒരു ഫലം എടുത്ത് കഴിച്ച, ഈ ഫലം കഴിച്ചാൽ ഇത്ര വലിയ പാപമാണ്. ഇതാണോ നിങ്ങളുടെ പാപം? വിശന്നപ്പോൾ ഒരു ഫലം കഴിച്ചാൽ അത് പാപമാകും? അത് നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താ അറിയാമോ? നമ്മളൊരു വലിയ തത്വം മനസ്സിലാക്കിയിട്ടില്ല. അത് വേദപുസ്തകം മാത്രമല്ല, സാമാന്യ ബോധത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയിൽ താമസിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കുറ്റം നിർണ്ണയിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? കോടതിയിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം. കുറ്റം നിർണ്ണയിക്കുന്നത് പ്രവൃത്തി മാത്രം നോക്കിയല്ല. അങ്ങനെയാണെങ്കിൽ ഈ കോടതിയൊന്നും പ്രവർത്തിക്കത്തില്ല നേരെ ചൊവ്വേ. കുറ്റം തീരുമാനിക്കുന്നത് പ്രവൃത്തി മാത്രം നോക്കിയല്ലെന്ന് നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ ഒരു ലളിതമായൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നിങ്ങൾ ഇന്നിവിടെ കയറി വന്നു, നിങ്ങൾ ആൻറ്റി വിളിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചോ, കയറി വന്നല്ലോ, ബോറായല്ലോ, ഇറങ്ങി പോകണമല്ലോ എന്ന് തോന്നിയിരിക്കുമ്പോഴാണ് താണ്ട പ്രസംഗം. അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വന്നേച്ച് എഴുന്നേറ്റ് എനിക്കിട്ട് 2 അടി, നിർത്തടാ നിൻ്റെ പ്രസംഗം, അല്ലേ? അപ്പം നിങ്ങളുടെ പ്രവൃത്തി എന്തായിരുന്നു? അടിച്ചു. ആരെ അടിച്ചു? എന്നെ അടിച്ചു. എന്നെ അടിച്ചതായതുകൊണ്ട് ഞാൻ പറയാം, ഒരനന്തരഫലവും കാണത്തില്ല. കാരണം ഞാൻ യേശുക്രിസ്തുവിൻ്റെ ദാസനായതുകൊണ്ട് ഒരു കേസിനും പോകത്തില്ല, വഴക്കിനും പോകത്തില്ല, തിരിച്ച് 2 തരാനും പോകുന്നില്ല. അപ്പോൾ അനന്തരഫലം വട്ടപൂജ്യം. അപ്പം നിങ്ങൾക്ക് തോന്നി അത് കൊള്ളാലോ, നിങ്ങൾക്കൊരു ലൈസൻസായി. നിങ്ങൾ അങ്ങോട്ട് ശാസ്ത്രവട്ടത്ത് പോയപ്പം ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നത്, അങ്ങേർക്കിട്ടും 2 കൊടുത്തു, നീയും പിടിച്ചോടാന്ന് പറഞ്ഞു. അനന്തരഫലം ഒന്നും ഇല്ലല്ലേ, വട്ടപൂജ്യമല്ലേ? അങ്ങനെ ആരെങ്കിലും പറയുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു മാനസിക ആശുപത്രിയിൽ പോയി നിങ്ങളുടെ തലച്ചോറൊന്ന് പരിശോധിക്കണം, അല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഒരേ പ്രവൃത്തിയല്ലേ? അടിച്ചു, ഒരാളുടെ ചെകിടത്തടിച്ചു, അനന്തരഫലം മാറി. നിങ്ങൾക്ക് അപ്പോഴും ബോധം വന്നില്ല. നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി തോന്നക്കിൽ പോയപ്പോൾ അതാ മന്ത്രി പോകുന്നു, ഗതാഗത മന്ത്രി വന്നു, പിടിച്ചിറക്കിയ ഒരറ്റയടി. അപ്പോഴെന്തായിരിക്കും അനന്തരഫലം? ശാസ്ത്രവട്ടത്ത് കിട്ടിയതിൻ്റെ 10 ഇരട്ടി കിട്ടും. അപ്പോഴും പാഠം പഠിച്ചില്ല. കഴക്കൂട്ടത്ത് പോയപ്പോൾ മുഖ്യമന്ത്രി നിൽക്കുന്നു, വെച്ചടിച്ചു. അപ്പോഴും പഠിച്ചില്ല. നിങ്ങൾ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി ടെക്നോ പാർക്കിലെ പ്രധാനമന്ത്രി കൊണ്ട് വെച്ചടിച്ചു. എന്ത് കിട്ടും? പിന്നെ എന്ത് കിട്ടുമെന്നൊന്നും ചോദിക്കണ്ട, നിങ്ങളെ തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചാൽ മതി, അല്ലേ? ഈ സന്ദർഭങ്ങളിലെല്ലാം നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ഒരേ പ്രവൃത്തിയാണ്. വ്യത്യാസമുണ്ടോ? ഒരേ പ്രവൃത്തിയാണ്, പക്ഷെ അനന്തരഫലം മാറിപ്പോയല്ലോ. അതെന്താ? അപ്പോൾ പ്രവൃത്തി നോക്കിയല്ല നമ്മൾ കുറ്റം വിധിക്കുന്നത്, പ്രവൃത്തി ഏത് അധികാരത്തിനെതിരെയാണ് നിങ്ങൾ ചെയ്തതെന്നുള്ളതാണ്. മുറുക്കാൻകടയിൽ നിന്ന് ഒരുത്തൻ ഒരു ബണ്ണ് മോഷ്ടിക്കുന്നതും റിസർവ് ബാങ്കിൽ പോയിട്ട് ഒരുത്തൻ 500 രൂപ നോട്ട് മോഷ്ടിക്കുന്നതും മോഷണമാണേലും അനന്തരഫലം വ്യത്യാസമുണ്ട്.
അതാണ് നീതിന്യായ വ്യവസ്ഥയുടെ ഒരു അടിസ്ഥാന തത്വം. കുറ്റം തീരുമാനിക്കുന്നത് ഏത് അധികാരിയോട് നിങ്ങൾ കുറ്റം ചെയ്തെന്നാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ഫലം പറിച്ചു തിന്നു, പക്ഷെ ഏത് അധികാരിയാണ് തുച്ഛീകരിച്ചത്? സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെ തുച്ഛീകരിച്ചു. അതാണ് അവിടുത്തെ കുഴപ്പമില്ല, അത് ഫലം തിന്നതല്ല. ഈ ഫലം കഴിക്കരുതെന്ന് പറഞ്ഞത് ആരായിരുന്നു? സാധാരണ ആളല്ല, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ പറഞ്ഞത്. സകലത്തെയും സൃഷ്ടിച്ച ദൈവം പറഞ്ഞിട്ട് മനുഷ്യൻ പറഞ്ഞു പോവില്ലേ, ഞാൻ കഴിക്കാൻ പോവാ, അല്ലേ? അപ്പോ ദൈവത്തെ തൃണവൽക്കരിച്ചു, തുച്ഛീകരിച്ചു. അതാണ് ഇത്ര വലിയ ക്രോധത്തിന് പാത്രമായിട്ട് മനുഷ്യനും മനുഷ്യന്റെ അനന്തരാവകാശികളും വരുവാൻ കാരണം. ദൈവത്തെ തുച്ഛീകരിച്ചു, അല്ലേ? അപ്പോ അധികാരിയുടെ വലിപ്പം വലുതാകും തോറും അനന്തരബലവും വലുതാണ്. അപ്പൊ നമ്മളെക്കുറിച്ചും ചിന്തിക്കണം. നമ്മൾ ദൈവത്തെ തുച്ഛീകരിച്ചാണോ ജീവിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അപ്പോൾ പറയും ഞങ്ങൾ പ്രാർത്ഥിക്കാറൊക്കെ ഉണ്ട്, ഞങ്ങൾ പള്ളിയിൽ പോകാറുണ്ട്, ആരാധനാലയങ്ങൾ പോകാറുണ്ട്. ദൈവത്തിൻ്റെ ബെനിഫിറ്റിൽ ഇഷ്ടമുണ്ടോ എന്നല്ല ഈ ചോദിച്ചത്. അതെല്ലാ മനുഷ്യർക്കും വേണം, അല്ലേ? നിങ്ങളെ സഹായിക്കാൻ ഒരാൾ സ്വർഗത്തിലിരിപ്പുണ്ട്, പിന്നെ സഹായം വേണ്ടേ? ആർക്കാ സഹായം വേണ്ടാത്ത? എല്ലാവർക്കും വേണം സഹായം. ഏറ്റവും പാവപ്പെട്ടവനും വേണം, കോടിപതിക്കും വേണം സഹായം. ദൈവത്തിൻ്റെ സഹായത്തിൽ ഇഷ്ടമുണ്ടോ എന്നല്ല, ദൈവമെന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? വ്യക്തിബന്ധത്തിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ദൈവത്തിൻ്റെ പ്രവർത്തിക്കല്ല. ഇന്ന് സഭകളിൽ പോലും ഇതേ ഉള്ളൂ. ഇപ്പം പ്രവൃത്തി, അല്ലേ? സ്വന്തം കാര്യലബ്ധി, ഉത്തിഷ്ടകാര്യലബ്ധി, ഇത് തന്നെ എല്ലായിടത്തും. ദൈവത്തെ മുതലെടുത്ത് ജീവിക്കുക, അല്ലേ? ദൈവം കുപ്പിന്ന് വന്ന ഭൂതം, ഇത് ചെയ്തതാ, അത് ചെയ്തതാ, വരന്താ, ഇത്രയേ ഉള്ളൂ ദൈവമായിട്ട് ബന്ധം. ദൈവം നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് എന്തിനാ വെച്ചിരിക്കുന്നത്? തണുത്ത വെള്ളം കിട്ടാനും, അല്ലേ? വസ്തുക്കളൊക്കെ ചീത്താതിരിക്കണം. അങ്ങനെ ഒരു ഉപകരണമാണ് ദൈവം. ദൈവം എന്താണ്? അനുഗ്രഹിക്കുന്ന ഉപകരണം. ദൈവമെന്ന് പറയുന്ന വ്യക്തിക്ക് സ്ഥാനമുണ്ടോ ഹൃദയത്തിൽ? സാധാരണ ഒരു മനുഷ്യൻ്റെ പ്രശ്നം, അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ പ്രശ്നം, നമുക്കങ്ങനെ ദൈവത്തോട് വലിയ സ്നേഹമൊന്നുമില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മൾ നോട്ടം. ദൈവം എന്തെങ്കിലും ചെയ്താൽ പെട്ടെന്ന് കരച്ചിലൊക്കെ വരും. ദൈവം ഒന്നും ചെയ്യാതിരിക്കുമ്പം ഈ ദൈവം ആർക്ക് വേണം? ദൈവം ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, പോരാ, അപ്പുറത്ത് പോയി നോക്കാം, അവിടുത്തെ ദൈവം വല്ലതും ചെയ്യുമായിരിക്കും, അല്ലേ? അതാണ് കുഴപ്പം. നമുക്ക് വ്യക്തിബന്ധത്തിൽ താല്പര്യമില്ല. അപ്പോൾ ദൈവത്തെ ഇങ്ങനെ നമ്മളെല്ലാവരും, പഴം കഴിച്ചവൻ മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മുടെ ഹൃദയത്തിലെ സ്നേഹബന്ധത്തിന് കൊടുക്കുന്ന ഊന്നൽ കൊണ്ട് തന്നെ നമ്മൾ തെളിയിക്കുകയാണ് നമുക്ക് ദൈവം വിലയുള്ളവനല്ല. യഥാർത്ഥ മനുഷ്യൻ്റെ ഹൃദയം അതാണ്. നമുക്ക് പലപ്പോഴും അത് മനസ്സിലാകാൻ പറ്റത്തില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, നമുക്ക് മതപരമായ ഭക്തിയുണ്ട്, നമ്മൾ നല്ലവരാണെന്നാണ് നമ്മുടെ എല്ലാം ചിന്താഗതി. ദൈവം എന്ന് പറയുന്ന വ്യക്തിയോട് നീതി പുലർത്തുന്നില്ലെങ്കിൽ ഇനി ബാക്കി എന്തൊക്കെ നന്മയുണ്ടെങ്കിലും നല്ലവനല്ല. അതാണ് ബൈബിളിൽ പാപി എന്ന് പറയുന്നത്. പാപി എന്ന് പറഞ്ഞാൽ ഒരു നികൃഷ്ട ജീവി എന്നല്ല, ഏറ്റവും വൃത്തികെട്ടവൻ എന്നല്ല അർത്ഥം. ചിലപ്പം സമൂഹത്തിൽ ഏറ്റവും നല്ലവനായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കണ്ണിൽ പാപിയാണ്. എന്താണ് പ്രശ്നം? ഈ വ്യക്തിബന്ധത്തിൽ നീതി പുലർത്തുന്നില്ല. ദൈവം എന്ന് പറയുന്ന വ്യക്തിയുമായിട്ടൊരു സ്നേഹബന്ധമില്ല. ദൈവമാണ് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നവനെയാണ് ബൈബിളിൽ ഭക്തൻ എന്ന് പറയുന്നത്. ലോകത്തിലെ ഒന്നും വേണ്ട കർത്താവേ, എനിക്ക് നീയാണെല്ലാം. നീ തരുന്നതും വേണ്ട, നിന്റെ അനുഗ്രഹവും വേണ്ട, ഒന്നും വേണ്ട എനിക്ക്, അല്ലേ? സ്വർഗവും വേണ്ട, എന്നെ പിടിച്ച് നരകത്തിലിട്ടാലും എനിക്ക് നീ മതി എന്ന് പറയുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അങ്ങനൊരു സ്നേഹബന്ധം ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാ പാപികൾക്കും എന്ത് വെച്ചിട്ടുണ്ട്? നേരത്തെ പറഞ്ഞ അനന്തരഫലം, ദൈവക്രോധം, അല്ലേ? അതൊരു നാൾ വരും, വന്നിട്ടില്ല. ദൈവം ഇപ്പോൾ എന്താ ചെയ്യുന്നത്? ദീർഘക്ഷമ കാണിക്കുകയാണ്. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ പോകുമ്പോൾ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെറുവിരൽ നോക്കിയാൽ മതി, അപ്പൻ എഴുന്നേറ്റ് അടി. കാരണം പുള്ളി വേറെ പല ദേഷ്യത്തിലിരിക്കുക. പുള്ളി അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറഞ്ഞതുപോലെ കണ്ണി കാണുന്നതിലെല്ലാം പിള്ളേർക്കിട്ടാണ് അടി. അങ്ങനത്തെ ഒരു മുൻശുണ്ടിക്കാരനായ ദൈവമല്ല നമ്മുടെ ദൈവം, അല്ലേ? അങ്ങനെ ഒരു പിതാവല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം എന്താണ്? അല്പം സമയം കൊടുക്കാം, ദീർഘക്ഷമ കാണിക്കാം. എന്തിനാ ദീർഘക്ഷമ?
ഈ സമയം ഇതേ ക്രോധത്തിൽ നിന്ന് തന്നെ നിങ്ങളെ രക്ഷിക്കുവാനും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവം അങ്ങനെ ചെയ്യണമായിരുന്നോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അമ്മമാരെല്ലാം പാപം ചെയ്തു, അങ്ങ് കൊന്നേക്കാം എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ ദൈവം എന്തിനായിരുന്നു മനുഷ്യനെ സൃഷ്ടിച്ച്? ഈ വ്യക്തിബന്ധം ഉണ്ടാവാൻ. ആ ആഗ്രഹമുള്ളവനായതുകൊണ്ട് ഇവർ തൊലഞ്ഞു പോയവരായാലും ഇവരെ വീണ്ടെടുക്കാം എന്നൊരു പദ്ധതി ദൈവം മെനഞ്ഞു. ആ പദ്ധതിയാണ് രക്ഷാപദ്ധതി എന്ന് വചനത്തിൽ പറഞ്ഞിരിക്കുന്നതും. ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന യേശു ക്രിസ്തു കടന്നു വരുന്നത്. ആരായി യേശു ക്രിസ്തു? ഈ വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല. അപ്പോൾ നമ്മളെല്ലാം വീണുപോയി. ഇനി കർത്താവ് രക്ഷിക്കപ്പെട്ട് പഴയ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യട്ടെ. ഒരു 100 പടി ഒരു മല കയറി ഇറങ്ങാം, അല്ലെ ഒരു 100 പ്രാവശ്യം ഹാലേലുയ പറയാം, അല്ലെ ഒരു 100 സൽക്കർമ്മങ്ങൾ അങ്ങ് ചെയ്ത് കളയാം, അല്ലെ ഇതുപോലെ 100 യോഗങ്ങൾ നടത്തി കളയാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ നടക്കുമോ? നടക്കത്തില്ല. കാരണം എന്താണ്? ഈ വ്യക്തിബന്ധമാണ് നിരപ്പ് പ്രാപിക്കേണ്ടത്, അല്ലാതെ എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. കാരണം ഈ ബന്ധത്തിലേക്ക് മടങ്ങി വരണം. ഈ ബന്ധത്തിലേക്ക് മടങ്ങി വരാൻ പറ്റാത്ത തടസ്സം എന്താണ്? ദൈവക്രോധം. ദൈവക്രോധം നീക്കാൻ പറ്റിയ ഏത് സൽക്കർമ്മമുണ്ട്? ഒരു സൽക്കർമ്മവും ഇല്ല, അല്ലേ? അപ്പോൾ ഈ ശിക്ഷ എങ്ങനെയും മാറിപ്പോകണം, അല്ലേ? ഇപ്പം നിങ്ങൾ പ്രധാനമന്ത്രിയെ തല്ലിയിട്ടിരിക്കുകയാണ്, പുള്ളി പറഞ്ഞു പിടിച്ച് ജയിലിലിടണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞു, അയ്യോ ഞാൻ രാഷ്ട്രപതി ഭവനിൽ വന്ന് 3 തെങ്ങിന്ന് തേങ്ങ ഇട്ട് തരാം, നിങ്ങൾക്ക് കുടിക്കാനുള്ള തേങ്ങ വെള്ളം അതിൽ നിന്ന് കിട്ടുമല്ലോ, അപ്പോൾ പിന്നെ എന്നെ വെറുതെ ഇട്ടുകൂടെ? അപ്പോൾ നമ്മൾ പറയും അതെന്തോന്ന് കണക്കടേ, അല്ലേ? ഞാൻ വേണേൽ കേരളത്തിലുള്ള എല്ലാ തെങ്ങിൽ നിന്നും തേങ്ങ ഇട്ട് തരാം, ഒരാളും തേങ്ങക്കാരുണ്ട്, ഒരു ബംഗാളിയും വേണ്ട, ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞാൽ ആവോ? ഈ ചെയ്ത പ്രവൃത്തിക്ക് തത്തുല്യമായതൊന്നും അല്ല ഈ പറയുന്ന ഒന്നും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയാണ്. ഒരു 100 ഹാലലിയ പറഞ്ഞാൽ ഇതൊക്കെ മാറും. കുറേ മെഴുകുതിരി കത്തിക്കാം, കുറേ മുട്ടുമ്മേ നിൽക്കാം, അല്ലേ? വേറെ പല ആചാരങ്ങളുടെ പുറകെ പോകും. നടക്കത്തില്ല. കാരണം ദൈവക്രോധം നീക്കുവാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയില്ല. ഈ ശിക്ഷ മാറിപ്പോണം. ഈ ശിക്ഷ എങ്ങനെ മാറും? ആരെങ്കിലും വന്ന് ഈ ശിക്ഷ ഏറ്റെടുത്താലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനെ കൊണ്ടും കഴിയത്തില്ല. കാരണം എന്താ? എല്ലാവരും ഭാവികളാണ്, എല്ലാവരും പ്രധാനമന്ത്രി അടിച്ചിട്ട് നിൽക്കുകയാണ്, എല്ലാവരും ജയിലിൽ പോകേണ്ട വക്കത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ദൈവം തന്നെ ജഡാവതാരമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. അതാണ് യേശു, അല്ലേ? നമ്മുടെ പാപത്തിൻ്റെ മറുവിലയായ ദൈവക്രോധം സഹിച്ച് മരിക്കാൻ വേണ്ടിയിട്ടാ ജനിച്ചതേ മരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാം മരിക്കരുതേ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നത്. കുറച്ചുകൂടെ പോട്ടെ, ഇന്ന് ജീവിതം ഒന്ന് അടിച്ചു പൊളിക്കട്ടെ, അല്ലേ? ഇത് ജനിച്ചപ്പോഴേ പ്ലാൻ ചെയ്ത് വന്നിരിക്കാൻ, ഞാൻ മരിക്കാനായിട്ട് വരിക. അങ്ങനെ വന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അതാണ് യേശു. അപ്പോൾ യേശു ആരാണ്? ദൈവം തന്നെ മനുഷ്യ ജഡമെടുത്ത് അവതാരമായിട്ട് ഈ ഭൂമി വന്നതാണ്. എന്തിന്? മനുഷ്യൻ്റെ മേലിരിക്കുന്ന ദൈവക്രോധം നീക്കണം, അല്ലേ? എങ്കിലേ മനുഷ്യനും ദൈവവുമായിട്ട് പഴയ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ ഗുണം ഈ പഴയ ബന്ധത്തിൽ വന്ന? അപ്പോഴാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന ജീവിതം ശരിയായ ജീവിതം അല്ല, ഇങ്ങനെ അല്ലായിരുന്നു ദൈവം ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത്, ഇത് എന്തുവാടാ ഈ ഭൂമിയിലെ ജീവിതം, ഇത്ര വേദന നിറഞ്ഞല്ലേ? എന്താ കുഴപ്പം? നേരെ ചൊവ്വ അല്ലേ ഈ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലേ? ഇപ്പം നിങ്ങൾ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചു, എന്നിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് പറയാം ഒരിക്കലും തണുക്കുന്നില്ല കേട്ടോ. ആഹാ, പിന്നെ ഇന്നലെ മാവ് വാങ്ങിച്ചു വെച്ചു, രാവിലെ ഇപ്പോൾ വിളിച്ചു പോയി. അതെന്താ? നല്ല ഫ്രിഡ്ജ് അല്ലേ, സെക്കൻഡ് ഹാൻഡ് ആണോ വാങ്ങിച്ചത്? അല്ല. ഫ്രിഡ്ജ് മറ്റേ പ്ലഗിൽ കുത്തിയാ? ഇല്ല, അത് കുത്തിയിട്ടില്ല. അപ്പോൾ പിന്നെന്താണ്? അകത്തിരിക്കുന്ന സാമ്പാറും മാവും എല്ലാം പറയും നരകയാതനയാണ് ഇതിനകത്തിരുന്ന് ചൂട് കൊള്ളുകയാണ്, നമ്മളെ പുറത്ത് വെച്ചാൽ ഇത്രയും വലിക്കത്തില്ലായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ഫ്രിഡ്ജ് ഉപയോഗിക്കണമെങ്കിൽ കുത്തിവെക്കണം എന്ന് പറഞ്ഞ പോലെ ജീവിതം എങ്ങനെയായിരുന്നു ജീവിക്കേണ്ടത്? ഈ മനുഷ്യനെ ഭൂമിയിൽ ഉണ്ടാക്കിയപ്പോൾ ദൈവം ഉദ്ദേശിച്ച ജീവിതം എങ്ങനെയായിരുന്നു? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കാനാണ്. നമ്മൾ ഈ ബന്ധത്തിൽ ജീവിക്കാത്തിടത്തോളം കാലം ധന്യമായ ഒരു ജീവിതം നടക്കത്തേയില്ല. ഇനി എന്തൊക്കെ കൊമ്പത്തെ പൈസ കിട്ടിയാലും ശരി, എന്തൊക്കെ ലോകോത്തര ഭൗമിക അനുഗ്രഹങ്ങളും കിട്ടിയാലും ശരി, ഉള്ളിൻ്റെ ഉള്ളിൽ ശൂന്യത കാണും. ഞാൻ കുറേ കാലം അമേരിക്കയിലായിരുന്നു. എൻ്റെ ജോലിപരമായിട്ടും പിന്നെ ശുശ്രൂഷാപരമായിട്ടും ഒക്കെ ഞാൻ അമേരിക്കയിലായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ അമേരിക്കയിൽ ഈ വെള്ളക്കാരുടെ സഭയിലാണ് ഞാൻ പ്രവർത്തിച്ചത്. നമ്മളെക്കാളെല്ലാം പണക്കാരാണ്. അവിടുത്തെ പാവപ്പെട്ടവെന്ന് പറഞ്ഞാൽ നമ്മൾ കളിയാക്കും. 3 കാറേ ഉള്ളൂ സാറേ, ബാക്കി എല്ലാവർക്കും 6 കാറാണ്, ഞങ്ങൾക്ക് 3 ഉള്ളൂ.
ആഹാ ശരി, എനിക്കൊരു കാറ് പോലും ഇല്ല. അപ്പോഴവൻ 3 കാറേ ഉള്ളൂ സാറേ, അല്ലേ? അപ്പോൾ അവിടെ പൈസ കൊണ്ട് മേളം. ആർക്കെങ്കിലും സമാധാനം ഉണ്ടോ? ഇവിടുത്തെയൊക്കെ അതേ പ്രശ്നം തന്നെ അവിടെ. അമ്മമാർ കരയുകയാണ് എൻ്റെ അടുത്ത് വന്നിട്ട്, മോനെ ഓർത്ത് പ്രാർത്ഥിക്കണം കേട്ടോ. അതെന്താ കുഴപ്പം? മോൻ ലോകത്തില്ല, മോൻ ഡ്രഗ്സില്ല, മോൻ ബോധമില്ലാതെ വണ്ടി ഓടിച്ച് പോയി ഇടിച്ച് ഇപ്പോൾ കോമയില. പറയുന്നിടത്തൊന്നും നമ്മുടെ കഴക്കൂട്ടത്തുള്ള നമ്മുടെ സുരേഷിനെ കുറിച്ചാണ് ഈ പറയുന്നത്, പക്ഷേ ഇത് ഇന്ത്യനാപ്പോളിസിലെ ചെറുക്കനെ കുറിച്ചായി പറയുന്നത്. അപ്പോൾ കണ്ടോ, ഈ നമ്മുടെ പലരുടെയും വിചാരം നമ്മുടെ ഭൗമിക സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറി അല്പം കൂടെ പൈസയൊക്കെ കെട്ടി കുറച്ചുകൂടെ നല്ലൊരു വീടൊക്കെ വെച്ച് കുറച്ചുകൂടെ നല്ല സാമ്പത്തികമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സെറ്റായെന്ന. ഇല്ല, ആവത്തില്ല. ഈ ബാഹ്യമായ യാതൊരു സാഹചര്യങ്ങൾ മാറിയാലും ഈ പറഞ്ഞ ബന്ധമില്ലെങ്കിൽ, ഫ്രിഡ്ജ് കുത്തിയില്ലെങ്കിൽ ധന്യമായ ജീവിതം ഉളവാകുകയില്ല. അപ്പോൾ ഇത് നടന്നേ പറ്റത്തുള്ളൂ. ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പ് പ്രാപിക്കണം, ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടണം. പക്ഷെ ഇത് പുനഃസ്ഥാപിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിനിടെ ക്രോധം ഇരിക്കുക. മനുഷ്യൻ തുച്ഛീകരിച്ച് ദൈവത്തോട് നീതി പുലർത്താതെ ദൈവത്തെ നിന്ദിച്ചതിൻ്റെ ക്രോധം ഇതിനിടെ ഇരിക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇത് നീക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് ജനിക്കുന്നതിനും 700 ആണ്ട് മുമ്പാണ് യശയാ പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരു യഹൂദ പ്രവാചകൻ ഉണ്ടായിരുന്നു. ആ യഹൂദ പ്രവാചകൻ എഴുതിയ പ്രവചനത്തിൻ്റെ 53-ാം അധ്യായത്തിൻ്റെ ചില വാചകങ്ങൾ ഞാൻ വായിക്കട്ടെ. ഇത് 700 വർഷത്തിന് ശേഷമാണ് ഇതിൻ്റെ ചരിത്രപരമായ പൂർത്തീകരണം സംഭവിച്ചത്, അല്ലേ? അല്ലാതെ ഇത് യേശുവിനെ കണ്ടോണ്ടാരെങ്കിലും എഴുതിയല്ല. 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു അപ്പൂപ്പൻ എഴുതിയതാണിത്, അല്ലേ? അപ്പോൾ എഴുതിയിരിക്കുന്നതൊന്ന് കേട്ടെ. അവന് രൂപഗുണം ഇല്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യം ഇല്ല. അയ്യോ, അപ്പം നമ്മുടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന പടമൊക്കെ എടുത്ത് കത്തിക്കണം കേട്ടോ. ഇവിടുത്തെ യേശുവിനെ കണ്ടില്ല? സായിപ്പ് യേശു, വെളുത്തു തുടുത്ത്, ആ സായിപ്പന്മാരെ പോലെ മറ്റേ സ്വർണ്ണ മുടിയും പിന്നെ നീണ്ട മുടിയും ഇപ്പോൾ 6 അടി പൊക്കവും. അതൊക്കെ ഏതോ അമേരിക്കക്കാരനെ വരച്ചു വെച്ച പോലുണ്ട്, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ നിറം നമ്മുടെയൊക്കെ നിറമാണ്, അല്ലാതെ മറ്റേ വെള്ളപ്പാറ്റെ പോലല്ലേ ഇരിക്കുന്നത്. നമ്മുടെ നിറമാണ് യേശുക്രിസ്തുവിന്. ഇതാണ്ട് അത്രമല്ല, യേശുവിന് ഈ പറഞ്ഞ പൊക്കമൊന്നുമില്ല, ഒരു 5 അടി 2 ഇഞ്ച് എങ്ങാണ്ടേ ഉള്ളായിരുന്നു യേശുവിന്. നമ്മുടെ പല ആൻറ്റിമാരുടെയും പൊക്കമേ ഉള്ളൂ യേശുവിന്. അപ്പോൾ അതാ പറഞ്ഞത്, അങ്ങനെ വലിയ കോമളത്വമൊന്നുമില്ല. അല്ലാതെ കണ്ട ഉടനെ എല്ലാവരും അങ്ങോ യേശുവേ എന്നൊന്നും പോയി ആരും പോയി കാലിലൊന്നും വീഴത്തൊന്നുമില്ല. അങ്ങനെ വലിയ കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഒന്നും അല്ലായിരുന്നു. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായിരുന്നു. അയ്യോ, ഏതോ ദരിദ്രവാസിയായിരുന്നു, അല്ലേ? ഇതാണ് യേശുവിനെ കുറിച്ച് വചനത്തിൽ കണ്ടോ. നമുക്ക് യേശുവിനെ കുറിച്ചുള്ള ചിത്രമൊക്കെ നമ്മൾ പറഞ്ഞതിൽ തെറ്റായിരുന്നു, അല്ലേ? കഷ്ടതയിൽ തന്നെ ജീവിച്ച വ്യക്തിയായിരുന്നു. മനുഷ്യരാൽ നിന്ദിച്ചും വ്യസനിച്ചും രോഗം ശീലിച്ചും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കണം. അയ്യോ, വരുന്നു ദുശകനം വരുന്നു, അല്ലേ? നമ്മളിപ്പോൾ ചിലപ്പം വണ്ടിയെടുത്ത് പരീക്ഷയ്ക്ക് മുമ്പ് ഇയാൾ ഇറങ്ങി വന്ന് അയ്യോ പോയി തോറ്റ്, ഇവന് വരാൻ കണ്ട നേരം, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ചിലരെ കാണുമ്പോൾ പറയും. അതുകൊണ്ടാണ് എനിക്കറിയാം ഇത്, അല്ലേ? അങ്ങനെ യേശു അങ്ങനെ അറിയാതെ നമ്മുടെ വീടിന് മുമ്പിൽ കൂടെ പോയി ആളുകൾ പറയോ തൊലഞ്ഞ് കയറി വന്ന് ഇനി തോറ്റത് തന്നെ ഇന്നത്തെ പരീക്ഷയുടെ അടുത്ത പ്രാവശ്യം എഴുതാം, സേവ് എ ഇയർ, അല്ലേ? അടുത്ത വർഷം എഴുതാം. അതാണ് പറഞ്ഞ ആളുകൾ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. പക്ഷേ അടുത്ത വാക്യം കേട്ടോണം. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കണ്ണിൽ യേശു ഹീറോ അല്ല, അല്ലേ? അപ്പം നമ്മളാണ് ഈ കഥ എഴുതിയിരുന്നത്. എങ്ങനെ എഴുതിയെന്ന്? മനുഷ്യൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി അവതാര പുരുഷൻ അതാ കടന്നു വന്നിരിക്കുന്നു. നമ്മളാണ് കഥ എഴുതിയെങ്കിൽ എങ്ങനെ ഇരിക്കും? സിനിമാ കഥ പോലെ ഇരുന്നതിന്, അല്ലേ? വരുന്നത് ഒരു നല്ല 6 പാക്കൊക്കെ ഉള്ള, കണ്ടാൽ തന്നെ ഹീറോ ആണ് തോന്നുന്നത്, 10 പേരെ എടുത്തിട്ട് ഇരിക്കാൻ പറ്റുന്ന, അല്ലേ? ഇത് കണ്ടോ എന്തോ എഴുതി വെച്ചിരിക്കുന്നു? ദുഃഖിച്ചും വ്യസനിച്ചും ആളുകൾ കണ്ടാൽ പറയോ ദണ്ഡിപ്പിച്ചു. അതാണ് ദൈവം പോലും എടുത്ത് വെട്ടിക്കളഞ്ഞു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിപ്പിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. യേശുക്രിസ്തു കടന്നു വന്നത്
ഈ അത്ഭുത പുരുഷൻ കടന്നു വന്ന് അടിക്കീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട്, നമ്മുടെ പാപത്തിൻ്റെ അടി വാങ്ങിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഇതുപോലെ വ്യസനിച്ചും ദുഃഖിച്ചും ശിക്ഷിച്ച പോലെയൊക്കെ ദൈവം നടന്നത്. കാരണം നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ദണ്ഡനമൊക്കെ തൻ്റെ മേലായി. അതുകൊണ്ടാണ് പറഞ്ഞത്, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, അല്ലേ? നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവന് മുറിവേറ്റു, അല്ലേ? എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായിരിക്കുന്നു. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. നമുക്ക് ദൈവമൊന്നും വലുതല്ലായിരുന്നു, പക്ഷേ ദൈവം നമ്മുടെ എല്ലാവരുടെയും അകൃത്യം എന്ന് പറഞ്ഞാൽ പാപം അവൻ്റെ മേൽ ചുമത്തി. ഇത് 700 വർഷം, ക്രൂശിനും 700 വർഷം മുമ്പ് വെളിപ്പാട് കൊണ്ട് ഒരു പ്രവാചകൻ എഴുതിയതാണ്. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കണ്ടോ? അവൻ പീഡിപ്പിക്കപ്പെട്ടു, അവൻ കുഞ്ഞാടിനെ പോലെ രോമം കത്രിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരുന്നു, അല്ലേ? അവൻ്റെ വായ് തുറക്കാതിരുന്നു. എൻ്റെ ജനത്തിൻ്റെ അതിക്രമം നിമിത്തം അവന് ദണ്ഡനം വന്നു എന്നും അവൻ്റെ തലമുറയിൽ ആർ വിചാരിച്ചു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി പകരക്കാരനായാണ് യേശു വന്നത്. പലരും യേശു ക്രിസ്തുവിൻ്റെ വല്ല ക്രൂശീകരണത്തിൻ്റെ മറ്റേ സ്റ്റാച്ചു ഒക്കെ പറഞ്ഞാൽ, ചത്ത ഒരുത്തനെ എന്തിനാടാ നിങ്ങളൊക്കെ ആരാധിക്കുന്നത്? ഇത് എന്നോട് ആദ്യം ചോദിച്ചത് ജനിച്ചപ്പോൾ മുതൽ ക്രിസ്തീയ കുടുംബത്തിൽ വളർന്ന ഒരാളാണ്. എനിക്ക് പരിചയമുള്ള ഒരു കുംഫു മാഷുണ്ടായിരുന്നു. അപ്പോൾ കുംഫു മാഷെന്ന് പറയുമ്പം ഇങ്ങോട്ട് തട്ടിയ 10 അടി അങ്ങോട്ട് തരുന്ന പ്രകൃതമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളിയെ നോക്കുമ്പം പുള്ളിയുടെ ദൈവം ഒരു പരാജയം. ഇതുപോലൊരു ബലഹീനനെ ഞാൻ എന്തിനാരാധിക്കണം? അത് പുള്ളിക്ക് മനസ്സിലായില്ല. യേശു ബലഹീനനല്ല, പകരക്കാരനായി നമ്മുടെ ബലഹീനതകളേറ്റു. നമ്മളായിരുന്നു ഈ മരിക്കേണ്ടതും, കണ്ടാൽ ആളുകൾ മുഖം മറക്കേണ്ടതും, വേണ്ട വരുന്നു ദൈവം ശപിച്ച ശകുനം വരുന്നു എന്നൊക്കെ പറയേണ്ടിരുന്ന നമ്മൾ കടന്നു പോകേണ്ട വേദനകൾ, നമ്മൾ കടന്നു പോകേണ്ട എല്ലാ ദൈവക്രോധവും പകരക്കാരനായി വന്നനുഭവിച്ചു. അതാണ് ഈ ദൈവം നമ്മളെ വരുവാനിരിക്കുന്ന ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള പദ്ധതിയിലെ ഏറ്റവും കാതലായ പ്രവൃത്തി, അല്ലേ? ഈ ദൈവക്രോധത്തിൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത കാതലായ പ്രവൃത്തിയുടെ ഏറ്റവും കാതലായ ദിവസമാണ് ഈ ദുഃഖവെള്ളി എന്ന് പറയുന്ന ദിവസം. എന്താണ്? അന്നാണ് ഈ പാപത്തിൻ്റെ അനന്തരഫലമായ ദൈവക്രോധം പേറിക്കൊണ്ട് യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത്. അന്നത്തെ ജനമെല്ലാം പറഞ്ഞു, ഇവനെ അങ്ങ് ക്രൂശിച്ചു കളാ, ഇവൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ക്രൂശിച്ചു. അവർ വിചാരിച്ച ഒരു ശല്യത്തെ ഒഴിവാക്കുക. പക്ഷേ ദൈവം മുന്നമേ പദ്ധതി ഇട്ടിരുന്നു, ഇവർ ക്രൂശിക്കുമ്പോൾ അത് ഒരു യാഗമായിട്ട് ഞാൻ മാറ്റും. സകല മനുഷ്യരുടെയും പാപത്തിനെതിരെയുള്ള എൻ്റെ ക്രോധം ഞാൻ അവൻ്റെ മേൽ ചൊരിയും, അല്ലേ? അങ്ങനെ അവൻ ദൈവമായതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും അനുഭവിച്ച് തീർത്ത് ഈ പിഴ കൊടുത്തു തീർക്കും. അങ്ങനെ അവനത് കൊടുത്തു തീർക്കുമ്പോൾ ഈ ദൈവക്രോധം നീങ്ങിയിട്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ വ്യക്തിപരമായ സ്നേഹബന്ധം ഉളവായി വരാനുള്ള സാധ്യത തെളിഞ്ഞു വരും. മനസ്സിലാവുന്നുണ്ടോ? യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഇങ്ങനെ അബലനായി ബലഹീനനായി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? പകരക്കാരനായി വന്നു. അപ്പോൾ നമ്മൾ ചോദിക്കണം, ഈ ദൈവം നമ്മളോട് എങ്ങനെയാണ് സ്നേഹം തെളിയിച്ചത്? ദൈവം എനിക്ക് വീട് തന്നു, ദൈവം എനിക്ക് കാറ് തന്നു, ജോലി തന്നു എന്നൊന്നുമല്ല വചനത്തിലെ ഉത്തരം. വചനത്തിലെ ഉത്തരം എന്താ അറിയോ? എങ്ങനെയാ ദൈവം നമ്മളോട് സ്നേഹം കാണിച്ചേ? ദൈവം തന്നെ നമുക്ക് വേണ്ടി വെച്ചിരുന്ന ക്രോധത്തിൽ നിന്ന് ദൈവം തന്നെ കടന്നു വന്ന് നമ്മളെ രക്ഷിച്ചു. എങ്ങനെ രക്ഷിച്ചു? നിങ്ങളെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നു കേട്ടോ, ഇന്ന് സ്വർഗത്തിൽ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അങ്ങനല്ല, സ്വന്തം രക്തം ചീന്തി നമുക്ക് വേണ്ടി മരിച്ച് ജീവൻ നൽകി സ്നേഹം തെളിയിച്ചു, അല്ലേ? അല്ലാതെ ഒരു സങ്കല്പമല്ല, നമ്മളങ്ങ് ദൈവം സ്നേഹിക്കുമായിരിക്കും എന്നുള്ള ഒരു ഊഹാപോഹമല്ല.
ചരിത്രത്തിൽ കടന്നു വന്ന് രക്തം ചീന്തി സ്നേഹം തെളിയിച്ച് കഴിഞ്ഞു. ഇനി ആരും സംശയിക്കൊന്നും വേണ്ട ദൈവത്തിന് സ്നേഹമുണ്ടോ എന്ന്. ദുഃഖവെള്ളിയാഴ്ച വിളിച്ചു പറയുന്ന സത്യം അതാണ്. ഇനി ആർക്കും ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഏത് വിഭാഗക്കാർ വേണേ ആയിക്കോ, മനുഷ്യനാണോ എങ്കിൽ ഒരു സത്യം ഞാൻ പറയാം, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നല്ല സങ്കല്പം ബ്രദറെ, സങ്കല്പമല്ല, ചരിത്രത്തിൽ തെളിയിച്ച സംഭവമാണ്. 2000 വർഷം മുമ്പ് യഹൂദ ചരിത്രകാരന്മാർ വരെ പറയുന്നുണ്ട് ഇത്. അതായത് രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ ക്രിസ്ത്യാനികളല്ലാത്ത, യേശുവിനെ വകവെക്കാത്ത യഹൂദ ചരിത്രകാരന്മാർ വരെ പറയുന്നുണ്ട് യേശു എന്ന് പറഞ്ഞ ഒരാളെ അന്ന് ക്രൂശിച്ചത്. അപ്പോൾ ഇത് കെട്ടുകഥയും കള്ളക്കഥയൊന്നുമല്ല, സങ്കല്പമല്ല. കൊള്ളാം, നല്ലൊരു സങ്കല്പം, കേട്ടിരിക്കുമ്പോൾ നല്ല സുഖമുണ്ട്, പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഒരു ഗുണവുമില്ല. അങ്ങനത്തെ മതപരമായ കള്ളത്തരമല്ല ഇത്. എന്താണിത്? ചരിത്രത്തിൽ ദൈവം കടന്നു വന്ന് തൻ്റെ സ്നേഹം തെളിയിച്ചു. നീ ആരും ചോദിക്കരുത് എന്നോട് ദൈവത്തിന് സ്നേഹമില്ലല്ലോ, എന്താ സ്നേഹമില്ലാത്ത, എനിക്ക് സ്കൂട്ടർ വേണം, സ്കൂട്ടർ തന്നില്ല. സ്കൂട്ടറെക്കാളും വലുതല്ലേ ദൈവക്രോധം നിന്റെ മേൽ നീക്കുവാൻ വേണ്ടി സ്വന്തം രക്തം ചീന്തി. സ്വന്തം രക്തം ചീന്തി. അല്പനേരത്തേക്ക് നമുക്ക് ആ രക്തത്തെ ഒന്ന് ധ്യാനിക്കാനായിട്ട് കൊയർ സംഘം ഒരു പാട്ട് പാടും. വചന ശുശ്രൂഷ അവസാനിച്ചിട്ടില്ല, പക്ഷേ ഈ അവസരത്തിൽ നമുക്കൊരു പാട്ട് പാടി ഈ രക്തം ചീന്തി നമ്മളോട് സ്നേഹം തെളിയിച്ച കർത്താവിനെ നമുക്കൊന്ന് പാട്ടുപാടി ധ്യാനിക്കാം. കറകൾ നീക്കി രക്ഷിച്ചിടുവാൻ, സർവലോക കറകൾ നീക്കി നരരെ രക്ഷിച്ചിടുവാൻ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ, ലോകർ ചെയ്ത യേശുവോടി ലോകർ ചെയ്തതോർക്ക നീ എന്നുള്ളമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ, വേദനയോടേശുദേവൻ ചൊരിഞ്ഞ തീരു രക്തമേ, ദുള്ളോർ മുടിയാൽ മന്നവൻ തീരുതല, മുള്ളുകൊണ്ടുള്ളോർ മുടിയാൽ മന്നവൻ തീരുതല, ുള്ളിലും പുറത്തുമായി പാഞ്ഞ തീരു രക്തമേ, ഉള്ളിലും പുറത്തുമായി പാഞ്ഞ തീരു രക്തമേ, നീണ്ട ഇരുമ്പാണി കൊണ്ട് ദുഷ്ടരാൽ കൈകാൽകളെ, നീണ്ട ഇരുമ്പാണി കൊണ്ട് ദുഷ്ടരാൽ കൈകാൽകളെ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, തോണ്ടിയ നേരം ചൊരിഞ്ഞ രക്ഷിതാവിൻ രക്തമേ, വഞ്ചക സാത്താനെ ബന്ധിച്ചന്ധകാരം നീക്കുവാൻ, വഞ്ചക സാത്താനെ ബന്ധിച്ചന്ധകാരം നീക്കുവാൻ, 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തീരു രക്തമേ, 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തീരു
രക്തമേ, കറകൾ നീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, സർവപാപ കറകൾ തീർത്തു നരരെ രക്ഷിച്ചിടുവാൻ, പൂർവിനാഥൻ യേശുദേവൻ ചൊരിഞ്ഞ തിരുരക്തമേ, പൂർവിനാഥൻ യേശുദേവൻ. ആമേൻ. നമ്മൾ പാടിയത് കേട്ടായിരുന്നു, സർവ പാപക്കറകൾ തീർത്ത് നരരെ രക്ഷിച്ചിടുവാൻ, മനുഷ്യരെ രക്ഷിച്ചിടുവാൻ. ഉർവിനാഥൻ, ഉർവി എന്ന് പറഞ്ഞാൽ പഴയ മലയാളമാണ്, ഭൂമി, ഭൂമിയുടെ നാഥനായ യേശു ചൊരിഞ്ഞ തിരുരക്തമേ. കടന്നു വന്ന് നമ്മളെ രക്ഷിച്ചത് ഏറ്റവും വലിയ അധികാരി തന്നെയാണ്. ഏറ്റവും വലിയ അധികാരിക്കെതിരെ നമ്മൾ അതിക്രമം കാണിച്ചു, അതേ അധികാരി നമുക്ക് വേണ്ടി വന്ന് നമ്മുടെ ശിക്ഷ ഏറ്റെടുത്ത് ജീവൻ പങ്കുവെച്ച് നമ്മളോട് തൻ്റെ സ്നേഹം വെളിപ്പെടുത്തി, അല്ലേ? 5 കായങ്ങൾ വഴിയായി പാഞ്ഞ തിരുരക്തമേ. കായം എന്ന് പറഞ്ഞാൽ മുറിവ്, അല്ലേ? തുളച്ചു കയറുന്ന മുറിവിനെയാണ് 5 കായങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ക്രൂശിനെ കുറിച്ച് ഇനിയും ധ്യാനിക്കാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് ദൈവത്തിൽ നിന്നൊരു അനന്തരഫലമുണ്ട്. അതിന് ദൈവക്രോധം എന്ന് പറയും. ആ ദൈവക്രോധം വന്ന് സഹിച്ചവനാണ് നമ്മുടെ യേശു. ഈ സഹിച്ചപ്പോൾ എന്ത് സഹിച്ചെന്നറിയാമോ? ഓടിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. മർക്കോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ, ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, ഓടിച്ചങ്ങ് പറഞ്ഞു പോവുകയാണ്. കർത്താവിനെ ഒറ്റിക്കൊടുത്ത് ഈ യഹൂദന്മാരും റോമാക്കാരും കൂടെ ക്രൂശിക്കാൻ തീരുമാനിച്ചു. ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ കുറ്റവാളിക്ക് വെച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ തൂക്കിക്കൊല്ലുക എന്നൊക്കെ പറയുന്നവരെ. പക്ഷെ അതിനേക്കാളും ബിരുദന്മാർക്ക് മാത്രം വെച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ക്രൂശിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ ഗമയിലൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ഞാൻ ക്രൂശിക്കപ്പെട്ടവനാന്ന് പറഞ്ഞാൽ പോടാ കിടന്നെന്ന് പറയും, അല്ലേ? അങ്ങനെ വന്ന് തരം താഴ്ന്ന രീതിയിലുള്ളൊരു മരണമേറ്റു. ആര്? മഹത്വത്തിൻ്റെ രാജാവായ ദൈവം, അല്ലേ? അങ്ങനെ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്നറിയോ? ഒന്നാമതായിട്ട് മർക്കോസ് 15:3 പറഞ്ഞിരിക്കുകയാണ്, അവിടെ അപവാദങ്ങളുടെ ഘോഷയാത്രയായിരുന്നു. യേശുവിനെ വിസ്താരം ചെയ്ത റോമ ഗവർണർ പീലാത്തോസ് എന്ന് പറയുന്നത്, എത്ര കാര്യമാണ് നിന്നെക്കുറിച്ചൊക്കെ പറയുന്നത്, അല്ലേ? യേശു മിണ്ടാതെ നിന്നു. കാരണം എന്താണ്? മറുത്തു പറഞ്ഞ് 2 അടിയും വെച്ച് സ്വന്തമായിട്ട് തന്നെ രക്ഷിച്ച നീ ഞാനും ദൈവക്രോധത്തിൻ്റെ അടിയിൽ പോകും. അതുകൊണ്ടാണ് യേശു തിരിച്ചൊന്നും ചെയ്യാതിരുന്നത്. യേശു മിണ്ടാതെ കേട്ടോണ്ട് നിന്ന്. എന്തോ കേട്ടോണ്ട് നിന്ന്? അപവാദം പറച്ച, അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ജീവൻ കൊടുത്ത് ഈ ദൈവം നമ്മളോട് സ്നേഹം കാണിച്ചു എന്ന് മാത്രമല്ല, ഈ കടന്നുപോയ പങ്കപ്പാടുകൾ നിമിത്തം നമ്മളിനി കടന്നു പോകാൻ പോകുന്ന ഏത് കഷ്ടതയും അനുഭവിച്ചറിഞ്ഞ് നമ്മളോട് സഹതപിക്കുവാൻ കഴിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം, അല്ലേ? അതാണ് ക്രൂശിൻ്റെ ഒരു ഗുണം. നമ്മൾ പോയി പറയുകയാണ്, കർത്താവേ അല്ലെങ്കിൽ യേശുവേ, ദൈവമേ, എൻ്റെ അപ്പുറത്തവൻ എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദമായി പറയുന്നതെന്നറിയോ? കേൾക്കുമ്പോൾ തന്നെ 2 അടി കൊടുക്കാൻ തോന്നും. അപ്പോൾ യേശു നമ്മളോട് പറയും, 2000 വർഷമായിട്ട് എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുക, അല്ലേ? എനിക്കറിയാം നിൻ്റെ വേദന, അല്ലേ? അപ്പോൾ ഈ ദൈവം നമ്മുടെ ദൈവക്രോധം മാറ്റി നമ്മളെ രക്ഷിക്കുക മാത്രമല്ല, നമ്മുടെ വേദനയിൽ നമുക്ക് ആശ്വാസം പകർന്നു തരുന്നവനാണ്. അപവാദത്തിൻ്റെ മുൾമുനയിൽ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അറിഞ്ഞുകൊള്ളുക, അതൊക്കെ നിങ്ങൾക്ക് മുൻപേ വളരെ ആഴമേറിയ രീതിയിൽ ഒരു ന്യായമായിട്ട് ഒരു അപവാദവും കേൾക്കാൻ പാടില്ലാത്ത വ്യക്തി അതെല്ലാം കേട്ട് സഹിച്ചിട്ടുണ്ട്. നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഇവൻ മതിയായവനാണ്, അല്ലേ? അത് കഴിഞ്ഞിട്ട് 10-ാമത്തെ വാക്യത്തിൽ പീലാത്തോസിന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ യഹൂദ നേതാക്കന്മാർ യേശുവിനെതിരെ തിരിയുന്നതെന്ന്. അവിടെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അവനോട് അസൂയ ഉണ്ടായിരുന്നു. നിങ്ങളോട് ആർക്കെങ്കിലും അസൂയൊക്കെ ഉണ്ടോ? ആർക്കും ഇല്ലല്ലേ? അസൂയേ ഉള്ളൂ. ആർക്കായിരിക്കും നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ? ബന്ധുക്കൾക്ക്. അല്ല, വഴിയെ പോകുന്ന നമ്മുടെ നല്ലതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലേ? കൂടുതലും
തൊട്ടടുത്തുള്ള ബന്ധുവായിരിക്കും, അല്ലേ? നമ്മുടെ കുഞ്ഞമ്മയോ വല്യമ്മയോ അല്ലേ, അമ്മാവനോ ആരെങ്കിലും ആയിരിക്കും ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ യേശുക്രിസ്തുവിന് എന്തനുഭവിക്കേണ്ടി വന്നു? അസൂയ അനുഭവിക്കേണ്ടി വന്നു. അസൂയ നിമിത്തമാണ് ഇവർ ഈ കള്ള അപവാദങ്ങളെല്ലാം പറഞ്ഞ് ഈ നുണപ്രചരണം മുഴുവൻ നടത്തിയതിൻ്റെ മൂലകാരണം അസൂയ. അസൂയ അനുഭവിച്ചറിഞ്ഞ ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ടോ? ആ ദൈവത്തോട് പോയി പ്രാർത്ഥിക്കാം, എന്നോട് പലർക്കും അസൂയയാണ്, ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എനിക്കറിയാം, അല്ലേ? സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവത്തിനെല്ലാം അറിയാം. പക്ഷെ ഇതങ്ങനല്ല, അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോഴൊക്കെ കാണിച്ചില്ല, നമ്മളൊരു പ്രശ്നമായിട്ട് ഒരാളുടെ അടുത്ത് പോകുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് പരിശ്രമിക്കുകയാണ് ഈ വേദന പറയാൻ. ഇയാൾ അനുഭവിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇയാളിങ്ങനെ പോട്ടെ പോട്ടെ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയും. എന്തോന്ന് മനസ്സിലാവുന്നു? ബുദ്ധിപരമായി മനസ്സിലാവുന്നുണ്ടെന്ന്. ഈ തീച്ചുളയിൽ നിന്നിട്ടില്ല, അല്ലേ? എന്നാൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ അതേ പ്രശ്നത്തിൽ കൂടെ പോയി വേറൊരാളെ കണ്ടോ, അപ്പോൾ അയ്യോ അറിയാം, അല്ലേ? നമ്മൾ അധികം ഒന്നും പറയേണ്ട, അല്പം ഒന്ന് കണ്ണൊന്ന് നിറയുമ്പോൾ പുള്ളിയുടെയും കണ്ണ് നിറയും. കാരണം പുള്ളിയുടെ തീച്ചൂള ഓർക്കുന്നു, നമ്മൾ നമ്മുടെ തീച്ചൂള ഓർക്കുന്നു, അല്ലേ? അതാണ് വ്യത്യാസം. ബുദ്ധിപരമായിട്ട് ദൈവത്തിന് ഇങ്ങനെ ഭൂമിയിലൊന്നും വരാതെയും സർവജ്ഞാനി ആയതുകൊണ്ട് എല്ലാം അറിയാൻ പറ്റും. പക്ഷെ അങ്ങനല്ല, കടന്നുപോയത് കൊണ്ട് എനിക്കറിയാം, വേദന എന്തെന്നറിയാം, അസൂയയുടെ വേദന എന്തെന്നറിയാം. അതിൻ്റെ പേരിൽ നുണപ്രചരണം നടത്തുമ്പോൾ, അത് നിമിത്തം നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അതിൻ്റെ വേദന എന്തെന്ന് അറിയുന്നൊരു ദൈവമാണ് യേശു, അല്ലേ? മൂന്നാമതായിട്ട് നമ്മളവിടെ വായിക്കുകയാണ്, ഈ പറഞ്ഞ പീലാത്തോസും പുള്ളിക്ക് മനസ്സിലായി ഇവരെല്ലാം അസൂയായിരുന്നു. പക്ഷെ ആ പുള്ളി എന്ത് ചെയ്തെന്നറിയാമോ? പുള്ളിയുടെ സ്ഥാനം സംരക്ഷിക്കാൻ വേണ്ടി സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഭൂരിപക്ഷത്തിൻ്റെ കൂടങ്ങ് നിൽക്കും, നീതി ന്യായമൊന്നും പ്രവർത്തിക്കത്തില്ല. അങ്ങനെ ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു? യേശുവിനുള്ള നീതി നിഷേധിച്ചു. അതനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അന്യായമായിട്ട് കഷ്ടം സഹിക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഭാഗത്താണ് നീതി. ഏത് വ്യക്തിയോട് പോയി പറഞ്ഞോ, അവർ പറയും അയ്യോ നിങ്ങളുടെ ഭാഗത്താണല്ലോ നീതി. ഏത് പോലീസിനെ വിളിച്ചാലും ഏത് മന്ത്രിയെ വിളിച്ചാലും പഞ്ചായത്തിനെ വിളിച്ചാലും എല്ലാവരും പറയും നീതി നിങ്ങളുടെ ഭാഗത്താണ്. പക്ഷെ കാര്യത്തോടെടുക്കുമ്പോൾ ഒരുത്തനുമില്ല. അവരെല്ലാം അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നേച്ച് നിങ്ങളെ തഴയുന്നു. അങ്ങനെ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ ആ വേദന? അത് അനുഭവിച്ചവനാണ് യേശു. ഈ പീലാത്തോസിന് തന്നെ മനസ്സിലായി, യോന്മാരെല്ലാം അസൂയയുടെ ഇയാളുടെ പുറത്ത് ഒരു കുറ്റവും കാണുന്നില്ലല്ലോ. പക്ഷേ എനിക്കെൻ്റെ അയ്യോ നിങ്ങൾ എൻ്റെ സിംഹാസനം തട്ടിപ്പറിക്കുമെങ്കിലേ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം, അവനെ കൊല്ലാം. കണ്ടോ, പീലാത്തോസ് കൈയൊഴിഞ്ഞ് നീതി നിഷേധിച്ചു. അപ്പോൾ നീതി നിഷേധം എന്തെന്ന് നന്നായിട്ടറിയാവുന്ന, അനുഭവിച്ചറിയാവുന്ന ഒരു ദൈവമാണ് ഈ ജഡാവതാരത്തിൽ കടന്നു വന്ന യേശു ക്രിസ്തു. മൂന്നാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഈ റോമ പട്ടാളക്കാരെന്ത് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട്, നീ യഹൂദന്മാരുടെ രാജാവാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ നടന്നുകൊണ്ടിരുന്നത്, നിന്നെ രാജാവായിട്ട് തന്നെ അങ്ങ് കൊന്നുകളയാം എന്ന് പറഞ്ഞ് രാജാക്കന്മാരിടുന്ന ചില വേഷമൊക്കെ എടുത്ത് തൻ്റെ മേലിട്ട് തലയെ വെക്കാൻ കിരീടത്തിന് പകരം മുള്ളുകൊണ്ടൊരു കിരീടം ഉണ്ടാക്കി തലയെ വെച്ച 2 അടിയും കൂടെ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? മുഖത്ത് തുപ്പി, അല്ലേ? അപ്പോൾ ഈ യേശു എന്തിനാ വന്ന്? ഇവന്മാരെയൊക്കെ രക്ഷിക്കാൻ. ഇപ്പം നമ്മൾ അങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അതുകൊണ്ട് അവിടെ കുറച്ച് പാവപ്പെട്ടവരുണ്ട്, അവരെ നമുക്ക് കുറച്ച് സംരക്ഷിക്കാം, അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ അവർക്ക് വീടൊക്കെ വെച്ച് കൊടുക്കാൻ നമ്മൾ സഹായിക്കണം. ഒരുത്തപ്പോൾ നമ്മുടെ മുഖത്ത് തുപ്പിയ കാണിച്ചേരാടാ നിനക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് നിർത്തും. പറ്റുമെങ്കിൽ ഒരു ബുൾഡോസറിനെ വിട്ട് ഉള്ളതും കൂടെ പൊളിച്ച് കളയും. നമ്മളങ്ങനെയല്ലേ ചെയ്യത്തുള്ളൂ. നമുക്ക് ദേഷ്യം വന്നിട്ട് ഈ യേശു മിണ്ടാതെ ആ തുപ്പലും സഹിച്ച് അവിടെ ഇരുന്നു. കാരണം എന്താണ്? യേശു വല്ലതും വെച്ച് കൊടുത്താ അല്ലേ, എനിക്ക് മതിയായി ഈ പരിപാടി, ഞാൻ എന്താ സ്വർഗത്തിൽ പോകുന്നു, ഇങ്ങനെ ഈ സഹിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എന്ന് പറഞ്ഞ് പോയിരുന്നെങ്കിൽ നമ്മളെല്ലാം ദൈവക്രോധത്തിൻ്റെ അടിയിൽ പോകും. ഒരാളും രക്ഷിക്കപ്പെടാൻ പോകുന്നില്ല, ഒരു മനുഷ്യനും രക്ഷിക്കപ്പെട്ടില്ല, മനുഷ്യരാശി മൊത്തം തകർന്നു. അതുകൊണ്ട് എന്നെയും നിങ്ങളെയും നേടാൻ വേണ്ടി, ഈ തുപ്പിയവനെയും നേടാൻ വേണ്ടി തുപ്പലും സഹിച്ച് അവിടെ ഇരുന്നു. നോക്കിക്കേ, ദൈവമാണ് ഭൂമി കടന്നു വന്ന് മനുഷ്യൻ്റെ തുപ്പൽ കേൾക്കുന്നു, അല്ലേ? ചില മാതാപിതാക്കൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ട്, സ്വന്തം മോൻ എന്നെ തല്ലി അടിച്ചു തുപ്പി എന്നൊക്കെ, അല്ലേ? ആ മോൻ എന്തെങ്കിലും ഒരു ബോധമുണ്ടോ? എടാ, നിന്നെ വളർത്താൻ വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകളും, അല്ലേ, എന്തെല്ലാം ഈ ത്യാഗങ്ങളും സഹിച്ചാണ് ഈ അമ്മമാരും അപ്പന്മാരും വരുന്നതെന്ന്, അല്ലേ? അത് ഈ മോനൊരു മോനുണ്ടാകുമ്പോൾ പഠിക്കുമെന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ മിക്കവാറും പഠിക്കത്തില്ല. കാരണം ഇവനൊരു മോനുണ്ടായ ആ മോനെ അവൻ ഇതുപോലൊന്നും സ്നേഹിക്കാൻ പോകുന്നില്ല. ത്യാഗം അനുഭവിച്ചാലേ ആ വേദന മനസ്സിലാകത്തുള്ളൂ. അതുപോലെ അതിൻ്റെ ഒരു 100 മടങ്ങ് അല്ലെങ്കിൽ ഒരു 1 കോടി മടങ്ങ് ദൈവം വന്ന് അങ്ങനെ അനുഭവിച്ചു നമുക്ക് വേണ്ടി, അല്ലേ?
ദൈവത്തെ തുച്ഛീകരിച്ച് ദൈവക്രോധത്തിൻ്റെ കീഴിലിരിക്കുന്ന മനുഷ്യൻ്റെ തുപ്പൽ വരെ ഏറ്റേച്ച് അവിടെ കഷ്ടതയിൽ കൂടെ കടന്നു പോകാൻ ഞാൻ പോകും, ഞാൻ ഇതിൽ കൂടെ മുഴുവനായിട്ടും തീർക്കും, ഇവിടെ വെച്ച് ഞാൻ നിർത്തത്തില്ലെന്നും പറഞ്ഞു യേശു നിന്നു. അപ്പോൾ നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടോ? യേശുവിനെ പരിഹസിച്ചാണ് ഇവർ ഈ തുപ്പലൊക്കെ ചെയ്തത് അല്ലേ? ആരെങ്കിലും നാണം കെടുത്തുന്നുണ്ടോ നിങ്ങളെ? അതല്ല, ആ വേദന, അതിൻ്റെ ആ മുൾമുന അനുഭവിച്ചവനാണ് നമ്മുടെ കർത്താവ് അല്ലേ? അതുമാത്രമല്ല, അത് കഴിഞ്ഞ് അവർ തുണിയൊക്കെ ഉരിച്ച്, ചരിത്രത്തിൽ പറയുന്നത് ഒരു തുണി പോലും ഇല്ലാതെയാണ്, ഉടുതുണി പോലും അപഹരിച്ചിട്ടാണ് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത്. നമ്മളിവിടെ ഒന്നും അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു തുണി കൊടുത്തിട്ടുണ്ട് അല്ലേ? ചെറിയൊരു തുണി അരക്കി കൊടുത്തിട്ടുണ്ട്. ശരിക്കുള്ള ക്രൂശീകരണത്തിൽ അരയിലും ഒന്നുമില്ല അല്ലേ? ഒരു 10-35 വയസ്സുള്ള ഒരു പയ്യനെ പിടിച്ച് നമ്മൾ പരസ്യമായിട്ട് തുണിയൊക്കെ ഉരിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത്രയ്ക്ക് അപമാനപ്പെടുത്തുക അല്ലേ? നേരത്തെ അവഹേളിച്ച് ഇപ്പോൾ അപമാനപ്പെടുത്തി, പരസ്യമായി അപമാനിച്ച്. വീട്ടിലെങ്ങാനാണെ പോട്ടെന്ന് നോക്കാം അല്ലേ? ഇത് എല്ലാവരും പോകുന്ന വഴിവക്കത്ത് പരസ്യമായിട്ട് ഒരു മരത്തടിയിൽ താണ്ട തൂക്കി നിർത്തിയിരിക്കുന്നു. ഇതുപോലൊരു കുറ്റവാളി നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതൊരു പന്ന ചെറുക്കൻ താണ്ട കിടക്കുന്നു അല്ലേ? ആരാണ്? ഒരു പാപവും ചെയ്യാത്ത മഹത്വത്തിൻ്റെ രാജാവായ ദൈവം എന്തിന്? എന്നെയും നിന്നെയും നേടുവാൻ വേണ്ടി പരസ്യമായിട്ട് നാണക്കേട് സഹിച്ച ക്രൂശിൽ തൂങ്ങിക്കിടന്നു. എന്ന് മാത്രമല്ല, ഇങ്ങനെ തൂങ്ങിക്കിടന്നപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ പോയച്ച്, നീ അല്ലേടാ വലിയ വീരവാദമൊക്കെ അടിച്ചത്, നീ വലിയ രക്ഷകനാണെന്ന്, നിന്നെ പോലും രക്ഷിക്കാൻ കൊള്ളത്തില്ല നിന്നെ കൊണ്ട് അല്ലേ? രക്ഷിക്കാൻ വന്നവൻ ശിക്ഷിക്കപ്പെട്ട് കിടക്കുമ്പോൾ നമ്മളെല്ലാം എന്ത് പറയും? നീ അല്ലേടാ വലിയ രക്ഷകനാണ്, നിന്നെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. റോമാക്കാരുടെ ക്രോധത്തിൽ നിന്ന് പോലും രക്ഷിക്കപ്പെടാൻ പറ്റാത്തവനാണ് നീ, പറയുകയാണ് നീ ദൈവക്രോധത്തിൽ നിന്ന് രക്ഷിക്കുമെന്നൊക്കെ ആളുകൾ പച്ചയ്ക്ക് പറഞ്ഞ് പുച്ഛിച്ചു. അപ്പോഴും ദൈവം എന്ത് ചെയ്തു? യേശു എന്ത് ചെയ്തു? മിണ്ടാതെ അവിടെ കിടന്നു. കാരണം എന്താണ്? തന്നെത്താൻ രക്ഷിച്ചാൽ ഈ പറയുന്നവനൊന്നും രക്ഷിക്കപ്പെടത്തില്ല. അവർ പറഞ്ഞു, നീ നിന്നെ പോലും രക്ഷിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങളെ രക്ഷിക്കുന്ന? തന്നെത്താൻ രക്ഷിച്ചാൽ നമ്മൾ ആരും രക്ഷിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് യേശു തന്നെത്താൻ സ്വമേധ തന്നെ രക്ഷിക്കാതിരുന്നത്. കണ്ടോ? അപ്പോൾ പച്ചയ്ക്ക് ആളുകൾ നിന്ദിച്ച് പുച്ഛിക്കുന്നു അല്ലേ? ഇവർക്ക് വേണ്ടിയിട്ടായി പങ്കപ്പാടൊക്കെ പെടുത്തോണ്ടിരിക്കുന്നു, അപ്പം തന്നെ ഒന്ന് പുച്ഛിക്കുന്നു അല്ലേ? നമുക്കും ചിലപ്പോൾ ഒക്കെ അങ്ങനത്തെ ഒരു അനുഭവം വരും അല്ലേ? ആർക്ക് വേണ്ടിയിട്ടാണോ ഈ കഷ്ടപ്പെടുന്നത് അവർ തന്നെ വെച്ച് നമുക്കിട്ട് അല്ലേ? പലപ്പോഴും ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിലാണ് അത് വരുന്നത്. ഭർത്താവ് കഠിന പ്രയത്നത്തിലാണ്, ഭാര്യയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു, അപ്പോൾ ഭാര്യ എന്നെ വന്ന് എന്തെങ്കിലും പറയും. അല്ലെങ്കിൽ ഭാര്യ വളരെ കഷ്ടപ്പെട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഇച്ചായന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക, ഭർത്താവ് തന്നെ വന്ന് രണ്ട് ചവിട്ട് കൊടുക്കും, തൊഴി കൊടുക്കും. അപ്പോൾ എന്തൊരു നിങ്ങൾക്ക് വേണ്ടിയിട്ടായി കഷ്ടപ്പെട്ടതല്ല, അപ്പം നിങ്ങൾ തന്നെ വന്ന് എന്നെ വേദനിപ്പിക്കുന്നു അല്ലേ? അതുപോലൊരു വേദനയാണ് കർത്താവ് അനുവദിച്ചു. പക്ഷേ ഇത് കോടാനുകോടി ഇരട്ടിയാണ്, പരസ്യമായ നിന്ദയും പുച്ഛമൊക്കെയാണ് അനുഭവിക്കുന്നത്. എന്ന് മാത്രമല്ല, അവസാനമായിട്ട് 7-ാമതായിട്ട് ഈ നേതാക്കന്മാർ ഇവനെ ചുറ്റും ഇങ്ങനെ നിന്നിങ്ങനെ മരിക്കുന്നുണ്ട്. ഇപ്പോൾ വേണേലും ഇറങ്ങി വാ, ഞങ്ങൾ വിശ്വസിക്കാം എന്നും പറഞ്ഞ് പ്രകോപിക്കുക. ഇപ്പം ഇറങ്ങി വാ, ഇപ്പം നീ ഇറങ്ങി വന്ന് ഞങ്ങൾ വിശ്വസിക്കാം, നീയാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരുന്നത്. നമ്മളിപ്പോൾ വായിച്ചില്ലേ യശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നൊക്കെ 700 വർഷം മുമ്പ് പറഞ്ഞിരുന്ന ആ മശിഹ നീ തന്നെയാണ് ആ ക്രിസ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കാമെന്നും പറഞ്ഞ് പ്രകോപിപ്പിക്കുക അല്ലെ? ഇറിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അറിയാം, അസ്വസ്ഥമാക്കുക അല്ലേ? ചില പിള്ളേരൊക്കെ ഉണ്ട്, അപ്പനമ്മമാർക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കത്തില്ല, ഇറിറ്റേറ്റിങ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ഇവരിങ്ങനെ നിൽക്കുകയാണ്, ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് അല്ലേ? അല്ലാതെ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ മരിക്കുന്നത് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അല്പം ആശ്വാസം കിട്ടി. ഇത് ആർക്ക് വേണ്ടിയാണോ മരിക്കുന്ന ഇവന്മാരൊന്നും ഒരു കാശിനും കൊള്ളാത്തതാണെന്ന് അപ്പം തന്നെ തെളിയിച്ചു കൊടുത്തു. ഇവനൊന്നും ഒരു കാശിനും കൊള്ളാത്തവന്മാരാണ്, എന്നെ ഇട്ട് ചൊറിയാൻ മാത്രം കൊള്ളാവുന്നവനാണെന്ന് അപ്പം തന്നെ തെളിയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ കർത്താവ് അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? പിതാവേ ഇവർ ചെയ്യുന്നതെന്ന് അറിയുന്നവരോട് പൊറുക്കുക അല്ലേ? എന്തു മനസ്സലിവുള്ളൊരു വ്യക്തിയാണിത് അല്ലേ? നിങ്ങളൊക്കെ കഷ്ടം സഹിച്ചിട്ടുണ്ടേ അറിയാം. കഷ്ടം സഹിക്കണേ വലിയ വ്യക്തിത്വം വേണം അല്ലേ? കള്ള ആരോപണം വരുമ്പോൾ മിണ്ടാതിരിക്കണമെങ്കിൽ വലിയ വ്യക്തിത്വം വേണം അല്ലേ? സ്നേഹത്തിൻ്റെ പുറത്ത് പൊറുക്കണമെങ്കിൽ വലിയ വ്യക്തിത്വം വേണം, വലിയ ഹൃദയ വിശാലത വേണം. ചെറിയ മനുഷ്യരെ കൊണ്ടൊന്നും പറ്റത്തില്ല. അതായത് ചെറിയ മനുഷ്യരെല്ലാം തമ്മിൽ തല്ലും ആടിപിടി തൊഴിയൊക്കെ. വലിയ മനുഷ്യർ, മഹാന്മാർക്കേ അത് പറ്റത്തുള്ളൂ. വലിയ ഹൃദയ വിശാലത, എല്ലാവരോടും സ്നേഹമുള്ളവർക്ക് എല്ലാവരോടും പൊറുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ സഹിച്ച് തുണിയും ഇല്ലാതെ ക്രൂശിക്കിടന്ന് തുപ്പലും കൊണ്ട് യുമാരുടെ ഈ ചൊറിച്ചിലും കേട്ടേച്ചും സഹിക്കണമെങ്കിൽ മനുഷ്യനോട് എന്തൊരു സ്നേഹമാണ് ഈ ദൈവത്തിന്
അല്ലേ? ഞാൻ പറഞ്ഞതുപോലെ ഇത് തത്വമല്ല, ഐതിഹ്യമല്ല, സങ്കല്പമല്ല, ചരിത്രത്തിൽ സംഭവിച്ചതാണ്. ദൈവം തെളിയിക്കുകയാണ്. നിങ്ങൾ ചുമ്മാ കേട്ടറിവും അല്ലെങ്കിൽ ഏതോ ഒരുത്തം പ്രസംഗിച്ചതൊന്നും വെച്ച് എന്നെ വിശ്വസിക്കേണ്ട. ഞാൻ ചരിത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്. അല്ലാതെ ആരെങ്കിലും കണ്ണ് പൊത്തിച്ച് പറ്റിച്ച് നിങ്ങൾ വാ യേശുവിൻ്റെ പുറകെ എന്ന് പറയുന്ന ദൈവമല്ല ഈ ദൈവം. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ബോധ്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. പക്ഷെ ബോധ്യപ്പെടുത്താൻ ദൈവം ചരിത്രത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് ഈ ദുഃഖവെള്ളിയാഴ്ച വിളിച്ചു പറയുന്ന സത്യം, അല്ലേ? എന്ന് മാത്രമല്ല, ഈ പറഞ്ഞ 7 കാര്യങ്ങൾ, അല്ലേ? ഒന്നുകൂടെ വായിക്കാം. 7 കാര്യങ്ങൾ ഓടിച്ചു പറയാം. അപവാദം, അസൂയ, അനീതി, പരിഹസിക്കൽ, അപമാനം, നിന്ന, അസഹ്യപ്പെടുത്തുക, ഇതെല്ലാം ബാഹ്യമായിട്ട് മനുഷ്യർ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇത് ക്രൂശിൻ്റെ 1% പോലും വരുന്നില്ല വേദന. ക്രൂശിൻ്റെ കാതലായ വേദന അദൃശ്യമാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. അതെന്താണ്? ദൈവക്രോധം അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രൂശിൽ വെച്ച് യേശു ക്രിസ്തു ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? യേശുവിനെ കുറിച്ച് നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ചാൽ യേശു ഒരിടത്ത് പോലും പ്രാർത്ഥിക്കുമ്പം ദൈവം എന്ന് പറയാറില്ല. എപ്പോഴും ദൈവത്തെ വിളിക്കുന്നത് എൻ്റെ പിതാവേ എന്നാണ്. ഈ ക്രൂശിൽ കയറിയപ്പോഴും ആദ്യം പിതാവേ ഇവരോട് പൊറുക്കണമെന്നും പറഞ്ഞു. അവസാനം മരിക്കാൻ നേരവും പറഞ്ഞു പിതാവേ എൻ്റെ ആത്മാവിനെ നിൻ്റെ കൈ തരുന്നു എന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് അന്ധകാരമൊക്കെ കടന്നു വന്ന് ദൈവക്രോധം ശരിക്കും യേശുവിൻ്റെ മേലിട്ടപ്പോൾ, ഏത് ദൈവക്രോധം? എൻ്റെയും നിങ്ങളുടെയും പാപത്തിനെതിരെയുള്ള ദൈവക്രോധം ഇട്ടപ്പോൾ യേശു ക്രൂശിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ദൈവമേ. എന്താ പിതാവെന്നൊന്നും വിളിക്കാത്ത? വ്യക്തിബന്ധം പോയി. ദൈവം, അധികാരി എന്നെ കൈവിട്ടു, അല്ലേ? ശരിക്കും നരകത്തിൻ്റെ യാതന ക്രൂശിൽ സഹിച്ചു. എന്നിട്ട് ബൈബിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ബൈബിളിൽ പഴയ നിയമത്തിലും ഉണ്ട് പുതിയ നിയമത്തിലും ഉണ്ട്, ഈ ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തിട്ടുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതാണ് വിശ്വാസികൾക്കുള്ള ഒരു സന്തോഷവും ധൈര്യവും. ഒരു നാളും ഈ ദൈവം കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പക്ഷെ അതിനെങ്ങനെ സംഭവിച്ചു? ഈ പാപികളും ദൈവക്രോധത്തിൻ്റെ അടിയിൽ ഇരിക്കുന്ന മനുഷ്യരോട് എങ്ങനെ ദൈവത്തിന് ഈ വാഗ്ദത്തം നൽകാൻ പറ്റും? ക്രൂശിൽ തൻ്റെ സ്വന്തം പുത്രനെ ദൈവം ഉപേക്ഷിക്കുകയും ചെയ്തു, കൈവിടുകയും ചെയ്തു. ദൈവം ഉപേക്ഷിച്ചു, ദൈവം കൈവിട്ടു, ദൈവം തൻ്റെ ക്രോധം അവൻ്റെ മേൽ ചൊരിഞ്ഞു. എന്തിന്? എന്നോടും നിന്നോടും ദൈവത്തിന് വാഗ്ദത്തം ചെയ്യാൻ, ഞാൻ നിന്നെ ഒരു കാലത്തും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു കാലത്തും ഉപേക്ഷിക്കുകയില്ല. അപ്പൊ നമ്മളോട് എന്തൊരു സ്നേഹമാണ് ദൈവത്തിന്! അങ്ങനെ തന്നെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മെ സ്നേഹിക്കുന്ന ദൈവം, അല്ലേ? അപ്പൊ നമ്മളെ വേണമെന്ന് ഇത്ര കൊതിയുള്ളൊരു ദൈവം, ഇത്ര ആഗ്രഹമുള്ള ദൈവം, ഇത്ര വലിയ വില കൊടുത്തും നമ്മളെ മടക്കിയെടുക്കുവാൻ ആഗ്രഹമുള്ളൊരു ദൈവം. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം സ്നേഹമാകുന്നു. കാരണം അത് തെളിയിച്ചവനാണ് നമ്മുടെ ദൈവം, അല്ലേ? അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ഇത് ഗുഡ് ഫ്രൈഡേയും ദുഃഖവെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചത് ഗുഡ് ഫ്രൈഡേ ആണ്, അല്ലേ? ഇതെല്ലാം സദ്വർത്തമാനമാണ്. നമ്മളെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ദൈവം നമുക്ക് ദൈവക്രോധത്തിൽ നിന്ന് ഒരു പ്രവൃത്തിയും കൂടാതെ സൗജന്യ ദാനമായിട്ട് രക്ഷ പ്രാപിക്കാം, അല്ലേ? നമുക്ക് ദൈവത്തെ അറിഞ്ഞ് യഥാർത്ഥ മനുഷ്യൻ ജീവിക്കേണ്ട മനുഷ്യ ജീവിതം നയിക്കാം, ധന്യമായ ജീവിതം നയിക്കാം. ഇതെല്ലാം സദ്വർത്തമാനമാണ്, ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പക്ഷേ യേശു കടന്നുപോയത് ദുഃഖത്തിൻ്റെ പാതയിലാണ്. യേശുവിനെ സംബന്ധിച്ചത് ദുഃഖവെള്ളിയാണ്. യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ഇത് ആലോചിക്കുമ്പോൾ ദുഃഖം കടന്നു വരും, അല്ലേ? എൻ്റെ കർത്താവ്, എൻ്റെ ദൈവം, എൻ്റെ സൃഷ്ടാവ് എന്നെ നേടുവാൻ വേണ്ടി, ഞാൻ നരകത്തിൽ പോയി ദൈവക്രോധം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി ഇത്രത്തോളം പങ്കപ്പാടെല്ലാം പെട്ടോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ദുഃഖം വരും. പക്ഷെ അതിൻ്റെ അനന്തരഫലം എന്നെ രക്ഷിക്കാനാണല്ലോ എന്ന് ഓർക്കുമ്പം സന്തോഷവും വരും. ദുഃഖവും സന്തോഷവും കൂടെ ചേർന്ന് വരുന്ന ഒരു ദിവസമാണിത്. അതുകൊണ്ടാണ് 2 പേര് ഈ ദിവസത്തിന്, അല്ലേ? അവസാനം ഞാൻ പറഞ്ഞു നിർത്തട്ടെ, ഇങ്ങനെ സ്നേഹിച്ച ദൈവത്തോട് നമുക്ക് എന്ത് പ്രതികരിക്കാൻ പറ്റും? എങ്ങനെ പ്രതികരിക്കാൻ പറ്റും? ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഈ യേശുവിൽ വിശ്വസിക്കുന്നവരായിരിക്കാം, വിശ്വസിക്കാത്തവരായിരിക്കാം, ആര് തന്നെയാണേലും
ഇങ്ങനെ സ്വന്തം രക്തം ചീന്തി നമ്മളോട് സ്നേഹം തെളിയിച്ച യേശുവിനോട് ഒരു പ്രതികരണമാണ് ഏറ്റവും അനുയോജ്യം. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഒന്നും വ്യത്യാസമൊന്നുമില്ല. ഏറ്റവും അനുയോജ്യമായ പ്രതികരണം അനുതാപം, അതായത് മാനസാന്തരം. എന്താ മാനസാന്തരം? മനം തിരിയൽ. എൻ്റെ വഴികളെ ഓർത്ത് ഈ ദൈവത്തെ ഞാൻ തുച്ഛീകരിച്ചല്ലോ, ഈ ദൈവത്തിൻ്റെ പുറകെ ഞാൻ പോയില്ലല്ലോ, ദൈവവുമായിട്ടൊരു വ്യക്തിബന്ധം എനിക്കില്ലല്ലോ എന്നുള്ള എൻ്റെ വഴികളെ ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം വരുന്നു, എനിക്ക് അതിൽ നിന്ന് തിരിയണമെന്നുള്ള പ്രേരണ വരുന്നു. അങ്ങനെ ഞാൻ അനുതപിക്കുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ മനം തിരിയുന്നു എന്ന് പറയുന്നതാണ് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ഈ സ്നേഹത്തിനുള്ള അനുയോജ്യമായിട്ടുള്ള ആപ്തമായിട്ടുള്ള പ്രതികരണം. അങ്ങനെ ഒരു പ്രതികരണം നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഉളവാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ദൈവക്രോധത്തിൽ നിന്നുള്ള രക്ഷ യേശുക്രിസ്തുവിൽ സൗജന്യമായി ദാനമായി ലഭിക്കുന്നു എന്ന് ആദ്യമായി കേട്ടവരാണേലും വീണ്ടും ഒരു പ്രാവശ്യം കേട്ടവരാണേലും നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനൊരു പ്രേരണ ദൈവം തരുന്നെങ്കിൽ എനിക്ക് അനുതപിക്കണം, എനിക്ക് ഈ ദൈവത്തോട് ചേർന്ന് നടക്കണം, മതമൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ദൈവവുമായുള്ള സ്നേഹബന്ധം വേണമെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഒരു ബോധ്യം തരുന്നെങ്കിൽ, അങ്ങനെ അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അനുതപിക്കണമെങ്കിൽ, വിശ്വാസിയാണേലും ശരി ആദ്യമായിട്ട് വന്നവരാണേലും ശരി, നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് ഈ ദൈവത്തോട് പ്രതികരിക്കാം. ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ മാത്രം എഴുന്നേറ്റ് നിന്നാൽ മതി. ചുമ്മാ ഒരു യോഗത്തിൻ്റെ അവസാനമല്ലേ ഒന്ന് നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ആരും നിൽക്കണ്ട. ഇവിടെ ആരും എണ്ണാനും പോകുന്നില്ല, നിങ്ങളെ ആരും ഒന്ന് ചോദിക്കാനും പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഇന്ന് ഏതെങ്കിലും രീതിയിലൊരു സ്പർശനം നൽകി, ഈ ദൈവം എന്നോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നല്ലോ, എനിക്ക് ഈ ദൈവത്തോട് വ്യക്തിപരമായിട്ട്, മതപരമായിട്ടല്ല, സാമൂഹ്യപരമായിട്ടല്ല, സഭാപരമായിട്ടല്ല, ആരും അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, നിങ്ങളും ദൈവവും ഹൃദയത്തിൽ ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഇത്രത്തോളം സ്നേഹിക്കുന്ന, അളവില്ലാതെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, പിതാവാം ദൈവമേ, അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കാര്യം, സ്വന്തം ഇഷ്ടം, സ്വാർത്ഥ താല്പര്യത്തിന് മാത്രം മുൻഗണന കൊടുത്തുപോയി. ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ ഞങ്ങൾക്ക് വേണം, ദൈവത്തെ മുതലെടുക്കണം, ദൈവത്തിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം, എന്നാൽ ദൈവം എന്ന വ്യക്തിയുമായുള്ള സ്നേഹബന്ധം ഞങ്ങൾക്ക് വേണ്ടെന്നും വെച്ച് ഞങ്ങൾ പോയി. കർത്താവേ, അങ്ങനെ പോയിട്ടും ഞങ്ങളെ തേടി അങ്ങ് വന്നല്ലോ കർത്താവേ. നഷ്ടപ്പെട്ടു പോയ ആടുകളെ തേടി വരുന്ന ഇടയനെ പോലെ അങ്ങ് ഞങ്ങൾക്ക് പുറകെ വന്നല്ലോ കർത്താവേ. ഞങ്ങൾക്കൊള്ളേണ്ട എല്ലാ അടിയും അങ്ങ് കൊണ്ടല്ലോ കർത്താവേ. ദൈവക്രോധം അങ്ങ് സഹിച്ചല്ലോ കർത്താവേ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എഴുന്നേറ്റ് നിൽക്കുന്ന സകലരും ഹൃദയംഗമായി അങ്ങയോട് കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ പ്രവൃത്തികളാലല്ല, ഞങ്ങളുടെ സൽക്രമങ്ങളാലല്ല, അങ്ങയുടെ പ്രവൃത്തിയിൽ മാത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് യഥാർത്ഥമായ രക്ഷ പകർന്നു തരണമേ. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഞങ്ങളെ ആനയിക്കണമേ. വിശ്വാസം നിമിത്തമുള്ള രക്ഷ ഞങ്ങൾക്ക് പകർന്നു തരണമേ കർത്താവേ. നിന്നെ രുചിച്ചറിഞ്ഞു നീയുമായുള്ള സൗഹൃദത്തിലുള്ള ധന്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യഥാർത്ഥ മാനസാന്തരവും യഥാർത്ഥ വിശ്വാസവും പകർന്നു തരണമേ. അനുതാപത്തിൻ്റെ ഹൃദയം ഞങ്ങളേവരിലും പകർന്നു തരണമേ. കാൽവറി ക്രൂശിൻ്റെ ദർശനം ഞങ്ങളുടെ ഹൃദയത്തിൽ യഥാർത്ഥ മനംതിരിവ് ഉളവാക്കണമേ നടിയൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ആ രീതിയിൽ ഈ എഴുന്നേറ്റ് നിൽക്കുന്ന സകലരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു യഥാർത്ഥ മടങ്ങിവരവ്, പാപത്തിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, മതപരമായ ബോധത്തിൽ നിന്ന്, സ്വയനീതിയിൽ നിന്ന്, പ്രവൃത്തികളിൽ നിന്ന് മനം തിരിഞ്ഞ് കർത്താവേ, അങ്ങിൽ മാത്രമുള്ള വിശ്വാസം നിമിത്തമുള്ള രക്ഷയിലേക്ക് സകലരും കടന്നു വരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപത്തിൻ്റെയും പരിഹാരാർത്ഥം പ്രായശ്ചിത്തമായിട്ട് അങ്ങ് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട്
യഥാർത്ഥ ജീവനിലേക്ക് ഞങ്ങളെ അനയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എഴുന്നേറ്റ് നിൽക്കുന്ന സകലരെയും അങ്ങ് അനുഗ്രഹിച്ചാട്ടെ, അവരെ അങ്ങിലേക്ക് അടുപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ യഥാർത്ഥ സത്യം മനസ്സിലാക്കി കർത്താവിനോട് സ്നേഹം പങ്കിടുവാനായിട്ട് ഇവരും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ ആശ്വാസം പകർന്നു കൊടുത്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല കഷ്ടതയും അനുഭവിച്ച് അങ്ങേക്ക് മനസ്സലിവിൻ്റെ ദൈവമായ അങ്ങേക്ക് കർത്താവെ അവരോട് കർത്താവെ സഹതപിക്കുവാൻ കഴിയുമല്ലോ കർത്താവെ. അവർ കടന്നു പോകുന്ന വിഷയങ്ങളിൽ അവർ യഥാർത്ഥ ദൈവസ്നേഹം രുചിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ കൂട്ടായ്മ രുചിച്ചറിയട്ടെ, ദൈവത്തിൻ്റെ സൗഹൃദം രുചിച്ചറിയട്ടെ കർത്താവെ. അതവരെ ധൈര്യപ്പെടുത്തട്ടെ കർത്താവെ, അതവരെ രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശു കൂടെ നടക്കുന്നവനാണ്, യേശു കരുതുന്നവനാണ്, യേശു ആശ്വാസദായകനാണെന്ന് സകല എഴുന്നേറ്റ് നിൽക്കുന്ന സകലരും രുചിച്ചറിയുവാൻ ഇടയാകും വണ്ണം ദൈവസ്നേഹം അവരുടെ ജീവിതങ്ങളിൽ വെളിപ്പെടണമേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം ഈ ശുശ്രൂഷ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ കരയേറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ ആമേൻ. നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സ്വർഗസ്ഥനായ പിതാവും നമ്മുടെ ദൈവമായവൻ്റെ സ്നേഹവും തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും ഇരിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ. അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ.